എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. എന്തായാലും നമുക്കൊന്നൊരു കഥയിലേക്ക് കടന്നാലോ? നല്ല അടിപൊളി കഥയാണ്. ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് അജിത് കുമാർ. കൊച്ചി നഗരത്തിൽ എനിക്കൊരു ചെറിയ വീടുണ്ടായിരുന്നു. അവിടെ ഞാൻ എൻ്റെ സുഹൃത്ത് ബാലചന്ദ്രനോടൊപ്പം താമസിച്ചു വരുന്നു. ബാലചന്ദ്രൻ സ്വയം ഒരു കുറ്റാന്വേഷകൻ എന്നല്ല, മറിച്ച് സത്യാന്വേഷി എന്നാണ് വിളിച്ചിരുന്നത്. കുറ്റാന്വേഷകർ പോലീസിന് വേണ്ടി ജോലി ചെയ്യുന്നു, എന്നാൽ താൻ സത്യത്തെയാണ് തിരയുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. 1935 വേനൽക്കാലത്തെ കാര്യമാണ്. ഏപ്രിൽ മാസമായിരുന്നു. കൊച്ചിയിലെ കഠിനമായ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ പലപ്പോഴും വൈകുന്നേരം ടെറസിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു. ബാലചന്ദ്രൻ ആ ദിവസങ്ങളിൽ അത്ര തിരക്കിലായിരുന്നില്ല. കഴിഞ്ഞ 2 മാസമായി രസകരമായ കേസുകളൊന്നും വന്നിരുന്നില്ല. അദ്ദേഹം പുസ്തകങ്ങളും വായിച്ച് ചെസ്സ് കളിച്ചുമാണ് സമയം ചെലവഴിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നിഷ്ക്രിയത്വം കണ്ട് ഞാനിടയ്ക്ക് ആശങ്കയിലാകാറുണ്ടായിരുന്നു. മാനസിക വെല്ലുവിളികൾ ആവശ്യമുള്ള വ്യക്തിയായിരുന്നു ബാലചന്ദ്രൻ. അല്ലാത്ത പക്ഷം അദ്ദേഹം ദുഃഖിതനും ദേഷ്യക്കാരനുമാകുമായിരുന്നു. അന്ന് വൈകുന്നേരം ഏകദേശം 5 മണിയായിട്ടുണ്ടാകും. ഞാൻ എൻ്റെ മുറിയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അപ്പോഴാണ് താഴെ നിന്നും ഒരാളുടെ ശബ്ദം കേട്ടത്. ഞങ്ങളുടെ ജോലിക്കാരൻ കുട്ടപ്പൻ പടികളിൽ നിന്നും വിളിച്ചു പറഞ്ഞു, "അജിത് സാർ, ഒരാൾ വന്നിട്ടുണ്ട്. ബാലചന്ദ്രൻ സാറിനെ കാണണമെന്ന് പറയുന്നു." ഞാൻ എഴുന്നേറ്റ് താഴേക്ക് പോയി. സ്വീകരണ മുറിയിൽ ഒരു വയോധികൻ പരിഭ്രാന്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സ് പ്രായമുണ്ടാകും. നരച്ച മുടി, മെലിഞ്ഞ ശരീരം. അദ്ദേഹം വെളുത്ത മുണ്ടും ഷർട്ടും ധരിച്ചിരുന്നു. കണ്ണുകൾക്ക് താഴെയുള്ള കറുത്ത പാടുകൾ ഉറക്കമില്ലായ്മയുടെയും മാനസിക സമ്മർദ്ദത്തിൻ്റെയും വ്യക്തമായ സൂചനകളായിരുന്നു. "നമസ്കാരം." ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. "ഞാൻ അജിത് കുമാർ. നിങ്ങൾ ബാലചന്ദ്രനെ കാണാൻ വന്നതാണോ?" അദ്ദേഹം നിൽക്കുകയും എന്നെ ഒന്ന് നോക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഭാവം വന്നു. "അതെ അതെ, ഞാൻ പ്രൊഫസർ മോഹൻലാലാണ്. എനിക്ക് ബാലചന്ദ്രൻ സാറുമായി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ദയവായി അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരൂ." അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയലുണ്ടായിരുന്നു. ഇയാൾ ഏതെങ്കിലും ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. "ഇരിക്കൂ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാം" എന്ന് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോയി. ബാലചന്ദ്രൻ തൻ്റെ മുറിയിൽ കിടന്ന് മേൽക്കുറയിലേക്ക് നോക്കുകയായിരുന്നു. ഞാൻ വാതിലിൽ തട്ടി. "ബാല, താഴെ ഒരു പ്രൊഫസർ വന്നിട്ടുണ്ട്. നിന്നെ കാണണമെന്ന് പറയുന്നു. വളരെ വിഷമത്തിലാണെന്ന് തോന്നുന്നു." ബാലചന്ദ്രൻ പെട്ടെന്ന് എഴുന്നേറ്റു. അനേകം ദിവസങ്ങളായി കാണാതിരുന്ന തിളക്കം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് വന്നു. "പ്രൊഫസറോ? പേരെന്താണ്?" "മോഹൻലാൽ." "ഓ, പ്രൊഫസർ മോഹൻലാൽ." ഷർട്ട് ധരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു. "ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ സംസ്കൃത വിഭാഗം പ്രൊഫസറാണ്. പുരാതന ഇന്ത്യൻ ചരിത്രത്തിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ട്." "ശരി, പ്രശ്നം എന്താണെന്ന് നോക്കാം." ഞങ്ങൾ രണ്ടുപേരും താഴേക്ക് വന്നു. പ്രൊഫസർ മോഹൻലാൽ സ്വീകരണ മുറിയിൽ അസ്വസ്ഥനായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്ത് മുന്നിലിരുന്നു. "പ്രൊഫസർ സാർ, ഞാൻ ബാലചന്ദ്രൻ. നിങ്ങൾക്കെന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. ദയവായി പറയൂ. എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാകും?" പ്രൊഫസർ മോഹൻലാൽ ദീർഘശ്വാസമെടുത്തു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. "ബാലചന്ദ്രൻ, ഞാൻ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എൻ്റെ 10 വർഷത്തെ കഠിനാധ്വാനം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുകിൽ ആരെങ്കിലും എന്നെ ഭ്രാന്തനാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഭ്രാന്തനാവുകയാണ്." ബാലചന്ദ്രൻ ശാന്തനായി പറഞ്ഞു. "ക്ഷമിക്കൂ പ്രൊഫസർ സാർ. ആദ്യം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് പറയൂ." പ്രൊഫസർ മോഹൻലാൽ കണ്ണുകൾ തുടച്ച് സംസാരിക്കാൻ തുടങ്ങി. "ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഒരു പ്രധാന ഗവേഷണം നടത്തുകയാണ്. വിഷയം വൈദിക കാലഘട്ടത്തിലെ ഇന്ത്യൻ ജ്യോതിശാസ്ത്രം എന്നതായിരുന്നു. ഞാൻ ആയിരക്കണക്കിന് കൈയെഴുത്ത് പ്രതികൾ പഠിച്ചു. ഡസൻ കണക്കിന് ലൈബ്രറികളിൽ പോയി. എൻ്റെ സമ്പാദ്യമെല്ലാം ഈ ഗവേഷണത്തിനായി ചെലവഴിച്ചു. എൻ്റെ കൈയെഴുത്ത് പ്രതി ഏകദേശം 500 പേജുകളുണ്ടായിരുന്നു. ഈ മാസം അവസാനത്തോടെ ഞാനത് പ്രസിദ്ധീകരണത്തിനായി അയക്കാനിരിക്കുകയായിരുന്നു." അദ്ദേഹം നിർത്തി ഒരു സിപ്പ് വെള്ളം കുടിച്ചു. അദ്ദേഹത്തിൻ്റെ തൊണ്ട വറ്റുകയായിരുന്നു. "എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി വിചിത്ര കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആദ്യം എനിക്ക് കണ്ണുകൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. കാഴ്ച മങ്ങാൻ തുടങ്ങി. ഞാൻ എൻ്റെ കണ്ണ് പരിശോധിച്ചു. എന്നാൽ കണ്ണട ശരിയാണെന്ന് ഒപ്റ്റീഷ്യൻ പറഞ്ഞു. പിന്നെ എനിക്ക് മറവി വരാൻ തുടങ്ങി. ഞാൻ സാധനങ്ങൾ വെച്ചിട്ട് മറന്നുപോകും. ചിലപ്പോൾ ആരെങ്കിലും എൻ്റെ മുറിയിൽ കയറുന്നതായി എനിക്ക് തോന്നും. എന്നാൽ നോക്കുമ്പോൾ ആരും ഉണ്ടാകില്ല." ബാലചന്ദ്രൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. "നിങ്ങളുടെ കൈയെഴുത്ത് പ്രതിയുടെ കാര്യമോ?"
പ്രൊഫസർ മോഹൻലാലിൻ്റെ ശബ്ദം വിറച്ചു. 3 ദിവസം മുമ്പ് ഞാൻ രാവിലെ എൻ്റെ പഠനമുറിയിൽ പോയപ്പോൾ കണ്ടത് എൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന പേപ്പറുകളെല്ലാം വെളുത്തിരിക്കുന്നു എന്നതാണ്. പൂർണ്ണമായും ശൂന്യം. 10 വർഷം കൊണ്ട് ഞാൻ എഴുതിയ പേജുകളെല്ലാം വെള്ളക്കടലാസായി മാറിയിരിക്കുന്നു. എൻ്റെ എല്ലാ അധ്വാനവും, എൻ്റെ എല്ലാ ഗവേഷണവും അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ബാലചന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മഷി മാഞ്ഞുപോയി എന്നാണോ? ഇല്ല പ്രൊഫസർ, തലകുലുക്കി. മഷി മാഞ്ഞതല്ല, പേപ്പർ പുതിയതുപോലെയാണ്. ഒരടയാളവുമില്ല, ഒരു പാടുമില്ല. ഞാനതിൽ ഒന്നും എഴുതാത്ത പോലെ. കയ്യെഴുത്ത് പ്രതിയുടെ പകർപ്പ് കൈവശമുണ്ടായിരുന്നോ? എൻ്റെ പക്കൽ കൈകൊണ്ടെഴുതിയ കുറിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്തിമ കയ്യെഴുത്ത് പ്രതിയുടെ പകർപ്പില്ലായിരുന്നു. ഞാൻ പഴയകാലത്തെ മനുഷ്യനാണ് ബാലചന്ദ്രൻ. എനിക്ക് ടൈപ്പ് റൈറ്ററിൽ വിശ്വാസമില്ല. എല്ലാം എൻ്റെ കൈപ്പടിയിലാണ് എഴുതിയത്. ബാലചന്ദ്രൻ കുറച്ചുനേരം നിശബ്ദനായിരുന്നു. പിന്നെ പറഞ്ഞു, പ്രൊഫസർ സാർ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ആ പേപ്പറുകളൊന്ന് കാണാൻ കഴിയുമോ? തീർച്ചയായും. ദയവായി ഇന്ന് തന്നെ വരൂ. എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും വിശ്രമിക്കണമെന്നുമാണ് എൻ്റെ മകൾ പറയുന്നത്. പക്ഷെ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. ആരും എന്നെ ഭ്രാന്തനാക്കാൻ ശ്രമിക്കുന്നു. ബാലചന്ദ്രൻ എഴുന്നേറ്റു. ശരി, നമുക്കിപ്പോൾ തന്നെ പോകാം. അജിത്, നീയും വരൂ. ഞാൻ എൻ്റെ ഷർട്ട് ധരിച്ചു. ഞങ്ങൾ 3 പേരും പുറത്തേക്കിറങ്ങി. പ്രൊഫസർ മോഹൻലാൽ ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ മട്ടാഞ്ചേരിയിലേക്ക് തിരിച്ചു. പ്രൊഫസർ മോഹൻലാലിൻ്റെ വീട് മട്ടാഞ്ചേരിയിലെ ഒരു ശാന്തമായ ഇടവഴിയിലായിരുന്നു. ഇതൊരു പഴയ ഇരുനില വീടാണ്. മുന്നിൽ ചെറിയൊരു തോട്ടമുണ്ടായിരുന്നു. മാസങ്ങളായി ആരും പരിചരിക്കാത്തതുപോലെ തോട്ടം അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറി. വീടിനുള്ളിൽ വിചിത്രമായൊരു നിശബ്ദതയുണ്ടായിരുന്നു. ചുവരുകളിൽ പഴയ ചിത്രങ്ങൾ പതിച്ചിരുന്നു. എല്ലാ മുറികളിലും പുസ്തക ഷെൽഫുകൾ കാണാമായിരുന്നു. രേഖ, പ്രൊഫസർ വിളിച്ചു. ഒരു യുവതി അടുക്കളയിൽ നിന്നും പുറത്തു വന്നു. അവൾക്ക് ഏകദേശം 25 വയസ്സ് പ്രായമുണ്ടാകും. ഇരുണ്ട നിറം, നീളമുള്ള കറുത്ത മുടി, മുഖത്ത് ഉത്കണ്ഠയുടെ വരകൾ. ഇത് പ്രൊഫസറുടെ മകൾ രേഖയായിരുന്നു. അച്ഛാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? അവൾ ചോദിച്ചു. പിന്നെ അവളുടെ നോട്ടം ഞങ്ങളിലേക്ക് പതിഞ്ഞു. ഇവർ ബാലചന്ദ്രൻ, പ്രൊഫസർ പരിചയപ്പെടുത്തി. ഇത് അദ്ദേഹത്തിൻ്റെ സഹായി അജിത് കുമാർ. എൻ്റെ പ്രശ്നം പറയാനാണ് ഞാനിവരെ കൊണ്ടുവന്നത്. രേഖയുടെ മുഖത്തെ ആശങ്ക വർദ്ധിച്ചു. അച്ഛാ, നിങ്ങളൊരു ഡോക്ടറുടെ അടുത്തേക്കാണ് പോകേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അല്ലാതെ ഒരു കുറ്റാന്വേഷകൻ്റെ അടുത്തല്ല. എനിക്ക് രോഗമൊന്നുമില്ല രേഖ, പ്രൊഫസർ ദേഷ്യത്തോടെ പറഞ്ഞു. ആരും എന്നെ ഉപദ്രവിക്കുകയാണ്. ബാലചന്ദ്രൻ വിനയത്തോടെ പറഞ്ഞു. രേഖ, ഞങ്ങളൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ദയവായി പ്രൊഫസർ സാറിൻ്റെ പഠനമുറി കാണിച്ചു തന്നാലും. രേഖ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഞങ്ങൾ പടികൾ കയറി മുകളിലേക്ക് പോയി. 1-ാം നിലയിൽ ഒരു വലിയ മുറിയുണ്ടായിരുന്നു. അത് പഠനമുറിയാണെന്ന് വ്യക്തമായിരുന്നു. മുറിയിൽ പുസ്തകങ്ങളുടെ വലിയ അലമാരകളുണ്ടായിരുന്നു. ഒരു വലിയ മേശയും ചുവരുകളിൽ പഴയ ഭൂപടങ്ങളും ഉണ്ടായിരുന്നു. ജനലിലൂടെ വൈകുന്നേരത്തെ മങ്ങിയ വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് പേപ്പറുകളുടെ ഒരു കൂമ്പാരമുണ്ടായിരുന്നു. പ്രൊഫസർ മോഹൻലാൽ വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പറുകൾ എടുത്ത് ബാലചന്ദ്രനെ കാണിച്ചു കൊടുത്തു. നോക്കൂ, ഇത് പൂർണ്ണമായും ശൂന്യമാണ്. ബാലചന്ദ്രൻ പേപ്പറുകളെടുത്ത് ശ്രദ്ധാപൂർവ്വം നോക്കാൻ തുടങ്ങി. ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ഒരിക്കലും ഒന്നും എഴുതാത്ത പോലെ പേപ്പറുകൾ ശരിക്കും വെളുത്തതായിരുന്നു. എന്നാൽ ബാലചന്ദ്രൻ്റെ മുഖത്ത് വിചിത്രമായൊരു ഭാവമായിരുന്നു. അദ്ദേഹം ഒരു പേപ്പർ ജനൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി ചെരിച്ചു നോക്കി. പിന്നെ വിരലുകൊണ്ട് പേപ്പറിൻ്റെ ഉപരിതലത്തിൽ തൊട്ടുനോക്കി. പ്രൊഫസർ സാർ, അദ്ദേഹം സാവധാനം ചോദിച്ചു, ഈ പേപ്പർ നിങ്ങളുടെ പക്കൽ എത്ര കാലമായിട്ടുണ്ട്? ഏകദേശം 10 വർഷമായി. ഞാൻ സാവധാനം ഇതിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പേപ്പറുകൾ നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? എപ്പോഴും ഈ മേശയുടെ വലിപ്പിൽ പൂട്ടിയിടാറാണ് പതിവ്. പൂട്ട് എപ്പോഴെങ്കിലും തകർക്കുന്നതോ തുറന്നതോ ആയി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ബാലചന്ദ്രൻ പേപ്പറുകൾ മേശപ്പുറത്ത് തിരികെ വെച്ചു. പിന്നെ അദ്ദേഹം മുറി പരിശോധിക്കാൻ തുടങ്ങി. അദ്ദേഹം എല്ലാ മൂലകളിലേക്കും പോയി. എല്ലാ അലമാരകളുടെയും അരികിൽ നിന്നു. ജനാലയ്ക്കൽ പോയി തറയും ശ്രദ്ധാപൂർവ്വം നോക്കി. ബാലചന്ദ്രൻ്റെ ഈ ശീലം എനിക്കറിയാമായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ ഓരോ ചെറിയ കാര്യവും ശ്രദ്ധിക്കും. പ്രൊഫസർ സാർ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? ബാലചന്ദ്രൻ ചോദിച്ചു. ഞാനും എൻ്റെ മകൾ രേഖയും ഞങ്ങളുടെ ജോലിക്കാരൻ രാഘവനും. എൻ്റെ ഭാര്യ 5 വർഷം മുമ്പ് മരിച്ചുപോയി. ഈ മുറിയിൽ ആരൊക്കെ വരാറുണ്ട്? ഞാൻ മാത്രം. ചിലപ്പോൾ എൻ്റെ ഗവേഷണ സഹായി പ്രമോദ് വരും. എൻ്റെ സുഹൃത്ത് ഡോക്ടർ സുരേഷ് കുമാറും വരാറുണ്ട്. ബാലചന്ദ്രൻ തലയാട്ടി. പ്രൊഫസർ സാർ, നിങ്ങൾക്ക് കാഴ്ച മങ്ങുന്നതായും കാര്യങ്ങൾ മറക്കുന്നതായും പറഞ്ഞിരുന്നല്ലോ. ഈ പ്രശ്നം എന്നു മുതലാണ് തുടങ്ങിയത്? ഏകദേശം 1 മാസം മുമ്പ്. നിങ്ങളുടെ കണ്ണട? എൻ്റെ കൈവശം 2 കണ്ണടയുണ്ട്. ഒന്ന് ഞാൻ എപ്പോഴും ധരിക്കും, മറ്റൊന്ന് അധികമായി വെച്ചിരിക്കുന്നതാണ്. എന്നാൽ 2ൻ്റെയും പവർ ഒന്നാണ്.
ബാലചന്ദ്രൻ പ്രൊഫസറുടെ കണ്ണട നോക്കി. എനിക്കൊന്ന് നോക്കാമോ? പ്രൊഫസർ കണ്ണട ഊരിക്കൊടുത്തു. ബാലചന്ദ്രൻ അത് വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. ഫ്രെയിമും ലെൻസും, പ്രത്യേകിച്ച് മൂക്കിൻ്റെ പാലത്തിൻ്റെ നോസ് ബ്രിഡ്ജ് അടുത്തുള്ള ഭാഗവും. പിന്നെ അദ്ദേഹം കണ്ണട തിരികെ നൽകി. പ്രൊഫസർ സാർ, നിങ്ങളുടെ മൂക്കിൽ എന്തെങ്കിലും വേദനയോ അസ്വസ്ഥതയോ ഉണ്ടോ? പ്രൊഫസർ ഞെട്ടിപ്പോയി. അതെ, എങ്ങനെ മനസ്സിലായി? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മൂക്കിൻ്റെ എല്ലിൽ വേദനയുണ്ട്. കണ്ണടയുടെ ഭാരം കൂടിയതാണോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഞാൻ കണ്ടു. അദ്ദേഹം എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ താഴെ സ്വീകരണ മുറിയിലേക്ക് വന്നു. രേഖ ഞങ്ങൾക്കായി ചായ ഉണ്ടാക്കി. ബാലചന്ദ്രൻ മിണ്ടാതെ ചായ കുടിക്കുകയായിരുന്നു. ആഴത്തിലുള്ള ചിന്തകളിൽ ആണ്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ഇപ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പ്രൊഫസർ സാർ, ബാലചന്ദ്രൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗവേഷണ സഹായി പ്രമോദ് ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ എൻ്റെ PhD വിദ്യാർത്ഥിയാണ്. പഴയ കൈയെഴുത്ത് പ്രതികൾ കണ്ടെത്താൻ അവൻ എന്നെ സഹായിക്കുന്നു. ഡോക്ടർ സുരേഷോ? അവൻ എൻ്റെ വളരെ പഴയ സുഹൃത്താണ്. കോളേജ് കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ്. അവനൊരു കെമിസ്റ്റാണ്. കൊച്ചിയിൽ ഒരു ലബോറട്ടറി നടത്തുന്നു. ബാലചന്ദ്രൻ ചോദിച്ചു, അവൻ എപ്പോഴാണ് ഇവിടെ വരാറുള്ളത്? പ്രൊഫസർ ചിന്തിച്ചു. ഏകദേശം ഒരാഴ്ച മുമ്പ്. അന്ന് വൈകുന്നേരം അവൻ വന്നിരുന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ബാലചന്ദ്രൻ കപ്പ് താഴെ വെച്ചു. പ്രൊഫസർ സാർ, ഞാനൊരു കാര്യം വ്യക്തമാക്കാം. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുകയല്ല. നിങ്ങളുടെ കൈയെഴുത്ത് പ്രതി അപ്രത്യക്ഷമായതുമല്ല. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. രേഖ അത്ഭുതത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തായി ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ്. ആരോ പ്രൊഫസർ സാറിനെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. പ്രൊഫസർ മോഹൻലാലിൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ വെളിച്ചം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷേ ആരെങ്കിലും എൻ്റെ കൈയെഴുത്ത് പ്രതി എന്തിനാണ് നശിപ്പിക്കുന്നത്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ബാലചന്ദ്രൻ പറഞ്ഞു. പക്ഷേ ആദ്യം എനിക്ക് കുറച്ചുകൂടി വിവരങ്ങൾ വേണം. പ്രൊഫസർ സാർ, ഈ ഗവേഷണത്തിൽ മറ്റാർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ? പ്രൊഫസർ തലയാട്ടി. അതെ, പ്രമോദിനും ഈ വിഷയത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതെൻ്റെ ഗവേഷണ മേഖലയായതിനാൽ ഞാൻ അവനെ വിലക്കി. അപ്പോൾ അവന് നിരാശ തോന്നിയിരിക്കാമല്ലേ? പക്ഷെ പ്രമോദ് നല്ലൊരു പയ്യനാണ്. അവനങ്ങനെയൊന്നും ചെയ്യില്ല. ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു. പ്രൊഫസർ സാർ, ഏറ്റവും വിശ്വസ്തരെന്ന് തോന്നുന്നവർ പോലും ചിലപ്പോൾ അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വാതിൽക്കൽ ബെല്ലടിച്ചത്. രാഘവൻ വാതിൽ തുറന്നു. ഒരു യുവാവ് അകത്തേക്ക് വന്നു. അദ്ദേഹത്തിന് ഏകദേശം 30 വയസ്സ് പ്രായമുണ്ടാകും. ഇരുണ്ട നിറം, മെലിഞ്ഞ ശരീരം, കണ്ണട ധരിച്ചിരുന്നു. കൈവശം പുസ്തകങ്ങളുടെ ഒരു കെട്ടുണ്ടായിരുന്നു. നമസ്കാരം മോഹൻലാൽ സാർ, അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് തിരിഞ്ഞു. ഓ, നിങ്ങളുടെ അടുത്ത് അതിഥികളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് വരാം. ഇല്ല പ്രമോദ്, നീ അകത്തേക്ക് വരൂ, പ്രൊഫസർ പറഞ്ഞു. ഇത് ബാലചന്ദ്രൻ. ഞാൻ എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പ്രമോദ് ഞങ്ങളെ വന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വിചിത്രമായൊരു തിളക്കം ഞാൻ കണ്ടു. അദ്ദേഹം പരിഭ്രാന്തനായി കാണപ്പെട്ടു. ബാലചന്ദ്രൻ ചോദിച്ചു, പ്രമോദ്, നിങ്ങൾ ഈ പ്രൊഫസർ സാറിൻ്റെ ഗവേഷണ സഹായിയായിരുന്നോ? അതെ, പ്രമോദ് പതുക്കെ പറഞ്ഞു. നിങ്ങൾ എത്ര തവണ ഇവിടെ വരാറുണ്ട്? ആഴ്ചയിൽ 2-3 തവണ. നിങ്ങൾ പ്രൊഫസർ സാറിൻ്റെ പഠനമുറിയിൽ പോകാറുണ്ടോ? പ്രമോദ് പ്രൊഫസറെ നോക്കി. അതെ, പ്രൊഫസർ സാർ എനിക്ക് ചില പുസ്തകങ്ങളോ കുറിപ്പുകളോ കാണിച്ചു തരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട്. ബാലചന്ദ്രൻ തലയാട്ടി. മനസ്സിലായി. പ്രൊഫസർ സാറിൻ്റെ കൈയെഴുത്ത് പ്രതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നു? തീർച്ചയായും. അത് വളരെ പ്രധാനപ്പെട്ടൊരു ജോലിയായിരുന്നു. ഇപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പ്രമോദ് അസ്വസ്ഥനായി. എനിക്കറിയില്ല. ഇത് വളരെ നിർഭാഗ്യകരമാണ്. ബാലചന്ദ്രൻ കൂടുതലൊന്നും ചോദിച്ചില്ല. എന്നാൽ പ്രമോദിൻ്റെ ഓരോ നീക്കവും അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. ബാലചന്ദ്രൻ എഴുന്നേറ്റു. പ്രൊഫസർ, തൽക്കാലം ഞങ്ങൾ പോകുന്നു. പക്ഷേ നാളെ ഞാൻ വീണ്ടും വരും. ദയവായി ആരെയും നിങ്ങളുടെ പഠനമുറിയിൽ കയറാൻ അനുവദിക്കരുത്. പ്രൊഫസർ നന്ദി പറഞ്ഞു. ബാലചന്ദ്രൻ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. റോഡിൽ ടാക്സി കാത്തു നിൽക്കുമ്പോൾ ഞാൻ ബാലചന്ദ്രനോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താണ്? പ്രമോദാണോ ഇത് ചെയ്തത്? ബാലചന്ദ്രൻ ഒരു സിഗരറ്റ് കൊളുത്തി. അജിത്, ഈ കേസ് വളരെ രസകരമാണ്. ഇത് കാണുന്നതിനേക്കാൾ സങ്കീർണമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിനക്ക് എന്തു തോന്നുന്നു? തിടുക്കം കൂട്ടരുത് അജിത്. ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രൊഫസറുടെ കൈയെഴുത്ത് പ്രതി അപ്രത്യക്ഷമായിട്ടില്ല. അതിപ്പോഴും ആ പേപ്പറുകളിൽ തന്നെയുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. എന്ത്? പക്ഷേ അവ ശൂന്യമായിരുന്നല്ലോ. കാണാൻ ശൂന്യമായിരുന്നു അജിത്. എന്നാൽ ഞാൻ ആ പേപ്പറുകൾ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ എനിക്ക് നേരിയ അടയാളങ്ങൾ കാണാൻ കഴിഞ്ഞു.
ആരെങ്കിലും പേന കൊണ്ട് എഴുതുമ്പോൾ പേപ്പറിൽ സമ്മർദ്ദം അനുഭവപ്പെടും. മഷി മാഞ്ഞാലും ആ സമ്മർദ്ദത്തിൻ്റെ അടയാളങ്ങൾ അവശേഷിക്കും. അപ്പോൾ മഷി എങ്ങനെ മാഞ്ഞു? അതാണ് ചോദ്യം. ബാലചന്ദ്രൻ ദീർഘശ്വാസമെടുത്തു. അതിനുള്ള ഉത്തരം നമുക്ക് രസതന്ത്രത്തിൽ നിന്ന് ലഭിക്കും. പിറ്റേന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ബാലചന്ദ്രൻ നേരത്തെ തന്നെ ഉണർന്ന് ടെറസിൽ നടക്കുകയായിരുന്നു. കയ്യിൽ ചായക്കപ്പുണ്ടായിരുന്നു. അദ്ദേഹം ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. രാത്രി ഉറങ്ങിയില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, ബാലചന്ദ്രൻ പറഞ്ഞു. ഈ കേസ് എന്നെ അലട്ടുന്നു. ഇന്നലെ രാത്രി ഞാൻ രസതന്ത്ര പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നു. എന്തെങ്കിലും കിട്ടിയോ? ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു. അതെ, ചൂടാക്കിയാൽ മാഞ്ഞു പോകുന്ന മഷികളുണ്ട്. ഇവയെ തെർമൽ ഇങ്ക് അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് ഇങ്ക് എന്ന് വിളിക്കുന്നു. ഒരു നിശ്ചിത താപനിലയിൽ ചൂടാക്കിയാൽ അവ അദൃശ്യമാകും. എന്നാൽ പേപ്പറിൽ സമ്മർദ്ദത്തിൻ്റെ അടയാളങ്ങൾ അവശേഷിക്കും. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ആരെങ്കിലും പ്രൊഫസറുടെ കയ്യെഴുത്ത് പ്രതി ചൂടാക്കി? തീർച്ചയായും. അങ്ങനെയൊന്ന് ചെയ്യാൻ ഇത്തരത്തിലുള്ള മഷികളെക്കുറിച്ച് അറിയാവുന്ന ഒരു കെമിസ്റ്റ് ആവശ്യമാണ്. ഡോക്ടർ സുരേഷ് കുമാർ? ബാലചന്ദ്രൻ തലയാട്ടി. സാധ്യതയുണ്ട്, പക്ഷേ എനിക്കിപ്പോഴും കൃത്യമായ തെളിവുകൾ വേണം. ഇനി നമ്മൾ വീണ്ടും പ്രൊഫസറുടെ വീട്ടിൽ പോകും. ഇത്തവണ ഞാൻ അവിടുത്തെ ഓരോ അതിഥിയോടും വിശദമായി സംസാരിക്കും. പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും മട്ടാഞ്ചേരിയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ ബാലചന്ദ്രൻ ഒരു കടയിൽ നിന്നും ചെറിയൊരു സാധനം വാങ്ങി. ഒരു മാഗ്നിഫയിങ് ലെൻസും പെൻസിൽ മുന പോലെയുള്ള ഒരു ഉപകരണവും. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം ബാലചന്ദ്രൻ തൻ്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങൾ പ്രൊഫസർ മോഹൻലാലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. സ്വീകരണ മുറിയിൽ ഏകദേശം 50 വയസ്സുള്ള വെളുത്ത നിറമുള്ള, മുഖത്ത് സൗഹൃദപരമായ പുഞ്ചിരിയുള്ള ഒരാൾ. അദ്ദേഹം പ്രൊഫസറുമായി സംസാരിക്കുകയായിരുന്നു. പ്രൊഫസർ ഞങ്ങളെ കണ്ട ആശ്വാസത്തോടെ പറഞ്ഞു, ബാലചന്ദ്രൻ വരൂ, ഇതെൻ്റെ സുഹൃത്ത് ഡോക്ടർ സുരേഷ് കുമാറാണ്. ഡോക്ടർ സുരേഷ് എഴുന്നേറ്റ് ഞങ്ങൾക്ക് കൈ നൽകി. നമസ്കാരം, മോഹൻ എന്നോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു നല്ല സത്യാന്വേഷിയാണെന്ന് കേട്ടു. അദ്ദേഹം സത്യാന്വേഷി എന്ന വാക്കിൽ ഊന്നൽ നൽകി സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആ വാക്ക് വിചിത്രമായി തോന്നിയതുപോലെ എനിക്ക് തോന്നി. നന്ദി, ബാലചന്ദ്രൻ വിനയത്തോടെ പറഞ്ഞു. ഡോക്ടർ സാർ, നിങ്ങളൊരു കെമിസ്റ്റാണല്ലേ? അതെ, എനിക്ക് പള്ളുരുത്തിയിൽ ഒരു ചെറിയ ലബോറട്ടറി ഉണ്ട്. ഞങ്ങൾ മരുന്നുകളെക്കുറിച്ചും രാസവസ്തുക്കളെക്കുറിച്ചും ഗവേഷണം നടത്തുന്നു. വളരെ രസകരം. അപ്പോൾ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള രാസവസ്തുക്കളെക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. ഒരളവ് വരെ. ഡോക്ടർ സുരേഷിൻ്റെ പുഞ്ചിരി സ്ഥിരമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു ജാഗ്രതയുള്ളതായി ഞാൻ കണ്ടു. ബാലചന്ദ്രൻ ചോദിച്ചു, ഡോക്ടർ സാർ, ചൂടാക്കിയാൽ അപ്രത്യക്ഷമാകുന്ന മഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ സുരേഷ് ഒരു നിമിഷം ആലോചിച്ചു. തെർമലിങ്ക്? അതെ, കേട്ടിട്ടുണ്ട്. രഹസ്യ സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം മഷിയാണത്. ചൂടാക്കിയാൽ അത് അദൃശ്യമാകും. അത്തരം മഷി ഉപയോഗിച്ച് എഴുതിയത് വീണ്ടും കാണിക്കാൻ കഴിയും. സൈദ്ധാന്തികമായി കഴിയും, പക്ഷെ അത് വളരെ പ്രയാസമാണ്. അതിന് പ്രത്യേക രാസവസ്തുക്കളും സാങ്കേതിക വിദ്യകളും ആവശ്യമാണ്. പ്രൊഫസർ മോഹൻലാൽ ആകാംക്ഷയോടെ ചോദിച്ചു, ബാലചന്ദ്രൻ, എൻ്റെ കയ്യെഴുത്ത് പ്രതിയിൽ അത്തരം മഷിയാണോ ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല പ്രൊഫസർ സാർ, ബാലചന്ദ്രൻ സാവധാനം പറഞ്ഞു. നിങ്ങൾ സാധാരണ മഷി കൊണ്ടാണ് എഴുതിയത്. എന്നാൽ നിങ്ങളുടെ കയ്യെഴുത്ത് പ്രതിയിൽ ആരോ എന്തോ ചെയ്തതിനാൽ മഷി അപ്രത്യക്ഷമായതാകും. ഡോക്ടർ സുരേഷ് അത്ഭുതത്തോടെ പറഞ്ഞു. ഇത് വളരെ സങ്കീർണമായ ജോലിയായിരിക്കുമല്ലോ. ഇതിനായി ഒരാൾക്ക് പ്രൊഫസർ സാറിൻ്റെ പഠനമുറിയിൽ ദീർഘനേരം ചിലവഴിക്കേണ്ടി വരും. ശരിയാണ്, ബാലചന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഡോക്ടർ സുരേഷിൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഡോക്ടർ സാറേ, നിങ്ങൾ അവസാനമായി ഇവിടെ വന്നത് എപ്പോഴാണ്? ഏകദേശം ഒരാഴ്ച മുമ്പ്. എൻ്റെ പഴയ സുഹൃത്തിനെ കാണാൻ വന്നതാണ്. നിങ്ങൾ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു? ഏകദേശം 2 മണിക്കൂർ. ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ പ്രൊഫസർ സാറിൻ്റെ പഠനമുറിയിൽ പോയിരുന്നു? ഡോക്ടർ സുരേഷ് ഒരു നിമിഷം നിർത്തി പറഞ്ഞു. അതെ, കുറച്ചു നേരം. മോഹൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ അപൂർവമായൊരു പുസ്തകം കാണിച്ചു തരാൻ ആഗ്രഹിച്ചിരുന്നു. ബാലചന്ദ്രൻ തലയാട്ടി. മനസ്സിലായി, നന്ദി ഡോക്ടർ സാർ. ഡോക്ടർ സുരേഷ് എഴുന്നേറ്റു. ശരി, ഞാൻ പോകുന്നു മോഹൻ, നിങ്ങൾ വിഷമിക്കണ്ട. ബാലചന്ദ്രൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ സുരേഷ് പോയ ഉടനെ പ്രൊഫസർ ചോദിച്ചു, ബാലചന്ദ്രൻ, നിങ്ങൾക്ക് സുരേഷിനെ സംശയമുണ്ടോ? എനിക്ക് ആരെ വേണമെങ്കിലും സംശയിക്കാം പ്രൊഫസർ സാർ, ബാലചന്ദ്രൻ പറഞ്ഞു. പക്ഷേ സംശയിച്ചിട്ട് കാര്യമില്ല, എനിക്ക് തെളിവ് വേണം. പക്ഷെ സുരേഷിൻ്റെ ഏറ്റവും പഴയ സുഹൃത്താണ്. അവൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ബാലചന്ദ്രൻ സാവധാനം പറഞ്ഞു. പ്രൊഫസർ സാർ, ഓരോ കുറ്റകൃത്യത്തിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടാകും. അത് 3 കാര്യങ്ങളിൽ ഒന്നായിരിക്കും: അത്യാഗ്രഹം, പ്രതികാരം അല്ലെങ്കിൽ അസൂയ. ആർക്കെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ എന്ത് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോഴാണ് രേഖ അടുക്കളയിൽ നിന്നും പുറത്തു വന്നത്. അവളുടെ മുഖത്ത് എന്തോ ഒരു ഭാവമായിരുന്നു.
അച്ഛാ, നിങ്ങൾ രാവിലെ മരുന്ന് കഴിച്ചോ? പ്രൊഫസർ നെറ്റിയിൽ കൈവച്ചു. മറന്നുപോയി മോളെ. രേഖ ഒരു ഗ്ലാസ് വെള്ളവും ചില ഗുളികകളും കൊണ്ടുവന്നു. രേഖയുടെ ഓരോ ചലനവും ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. രേഖ, ബാലചന്ദ്രൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ എപ്പോഴാണ് ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത്? ഏകദേശം 1 മാസമായി, രേഖ പറഞ്ഞു. അദ്ദേഹത്തിന് ഉറക്കം വരാറില്ലായിരുന്നു. അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ സുരേഷ് മാമനാണ് ഈ മരുന്നുകൾ നൽകിയത്. ബാലചന്ദ്രൻ്റെ ശരീരം ഒന്ന് വലിഞ്ഞു. ഡോക്ടർ സുരേഷ് നൽകിയതാണോ? അതെ, അദ്ദേഹം അച്ഛൻ്റെ ഏറ്റവും നല്ല സുഹൃത്തല്ലേ. ഈ മരുന്നുകൾ അച്ഛനെ ശാന്തനാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ആ മരുന്നുകളൊന്ന് കാണാമോ? രേഖ സംശയത്തോടെ നോക്കി. എങ്കിലും മരുന്നിൻ്റെ കുപ്പി ബാലചന്ദ്രന് നൽകി. ബാലചന്ദ്രൻ ലേബൽ ശ്രദ്ധാപൂർവം വായിച്ചു. പിന്നെ അദ്ദേഹം ഒരു ഗുളിക എടുത്ത് മണത്ത് നോക്കി. പ്രൊഫസർ സാർ, അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു, ഈ മരുന്നുകൾ കഴിക്കുന്നത് നിർത്തൂ. എന്തിന്? പ്രൊഫസർ ഞെട്ടിപ്പോയി. കാരണം ഈ മരുന്നുകൾ മൂലമാണ് നിങ്ങളുടെ കാഴ്ച മങ്ങുന്നതെന്നും നിങ്ങൾ കാര്യങ്ങൾ മറക്കുന്നതെന്നും എനിക്ക് സംശയമുണ്ട്. ഇതൊരു സാധാരണ ഉറക്കഗുളികയല്ല. ഇതിൽ മറ്റെന്തോ കലർത്തിയിട്ടുണ്ട്. രേഖയുടെ മുഖം വിളറി. പക്ഷേ സുരേഷ് മാമൻ ഇത് സുരക്ഷിതമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ ഗുളികകൾ പരിശോധിക്കണം, ബാലചന്ദ്രൻ പറഞ്ഞു. നിങ്ങൾക്ക് എനിക്ക് കുറച്ച് ഗുളികകൾ തരാമോ? പ്രൊഫസർ സമ്മതിച്ചു. ബാലചന്ദ്രൻ കുറച്ച് ഗുളികകൾ ഒരു ചെറിയ കവറിൽ വെച്ചു. ഇനി എനിക്ക് നിങ്ങളുടെ പഠനമുറി ഒന്നുകൂടി പരിശോധിക്കണം, ബാലചന്ദ്രൻ പറഞ്ഞു. അജിത്, നീയും വരൂ. ഞങ്ങൾ മുകളിലേക്ക് പോയി. പഠനമുറി ഇന്നലത്തെ പോലെ തന്നെയായിരുന്നു. ബാലചന്ദ്രൻ തൻ്റെ മാഗ്നിഫയിങ് ലെൻസ് എടുത്ത് ശൂന്യമായ പേപ്പറുകൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങി. അദ്ദേഹം പേപ്പറിൻ്റെ ഉപരിതലം വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. നോക്കൂ അജിത്, അദ്ദേഹം എനിക്കൊരു പേപ്പർ കാണിച്ചു തന്നു. ഇവിടെ നോക്കൂ, നേരിയ സമ്മർദ്ദടയാളങ്ങൾ കാണാം. ഇത് ആ എന്ന അക്ഷരമാണ്. ഇത് ദീ ആണ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ശരിയാണ്. വെളിച്ചം ശരിയായ കോണിൽ പതിച്ചപ്പോൾ എനിക്ക് നേരിയ അടയാളങ്ങൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ കൈയെഴുത്ത് പ്രതി ഇപ്പോഴും എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് വായിക്കുന്നത് അസാധ്യമാണ്. നമുക്ക് ഈ അടയാളങ്ങൾ വീണ്ടും വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനെ ആവശ്യമാണ്. ബാലചന്ദ്രൻ വീണ്ടും മുറി പരിശോധിക്കാൻ തുടങ്ങി. അദ്ദേഹം എല്ലാ മൂലകളിലേക്കും പോയി. പെട്ടെന്ന് അദ്ദേഹം മേശക്കരിയിൽ വെച്ചിരുന്ന ചെറിയൊരു ഹീറ്ററിൻ്റെ അടുത്തേക്ക് വന്നു. അതൊരു പഴയ രീതിയിലുള്ള ഇലക്ട്രിക് ഹീറ്ററായിരുന്നു. പ്രൊഫസർ സാർ, ഈ ഹീറ്റർ ഇവിടെ എന്നു മുതലുണ്ട്? ബാലചന്ദ്രൻ താഴേക്ക് വിളിച്ചു ചോദിച്ചു. പ്രൊഫസർ മുകളിലേക്ക് വന്നു. ഇത് കഴിഞ്ഞ വർഷം മുതൽ ഇവിടെയുള്ളതാ. ശൈത്യകാലത്ത് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലമല്ലേ, അതുകൊണ്ട് ഇത് ഞാൻ മാസങ്ങളായി പ്രവർത്തിപ്പിക്കാറില്ല. ബാലചന്ദ്രൻ ഹീറ്റർ ശ്രദ്ധാപൂർവ്വം നോക്കി. പിന്നെ അതിൻ്റെ സ്വിച്ച് പരിശോധിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങി. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ സ്വിച്ച് നോക്കുകയായിരുന്നു. പ്രൊഫസർ സാർ, നിങ്ങൾ അവസാനമായി ഈ ഹീറ്ററിൽ തൊട്ടത് എപ്പോഴാണ്? ഒരുപക്ഷെ മാർച്ചിൽ, തണുപ്പ് അവസാനിച്ചപ്പോൾ. ബാലചന്ദ്രൻ തൻ്റെ തൂവാല കൊണ്ട് സ്വിച്ച് വളരെ ശ്രദ്ധയോടെ തുടച്ചു. പിന്നെ അദ്ദേഹം തൂവാല സൂര്യപ്രകാശത്തിൽ നോക്കി. തൂവാലയിൽ നേരിയ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പാടുകളുണ്ടായിരുന്നു. ഇതെന്താണ്? ഞാൻ ചോദിച്ചു. ഇതൊരു രാസവസ്തുവിൻ്റെ പാടാണ്, ബാലചന്ദ്രൻ പതുക്കെ പറഞ്ഞു. ചില രാസവസ്തുക്കൾ ചർമ്മത്തിൽ തട്ടിയാൽ നിറം അവശേഷിപ്പിക്കും. ഈ നിറം ദിവസങ്ങളോളം നിലനിൽക്കും. അദ്ദേഹം പ്രൊഫസറോട് ചോദിച്ചു, നിങ്ങളുടെ കൈകളിൽ ഇത്തരത്തിലുള്ള പാടുകളുണ്ടോ? പ്രൊഫസർ കൈകൾ നോക്കി. ഇല്ല, ഒരിക്കലുമില്ല. ആ വ്യക്തി ഏതെങ്കിലും രാസ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും. എൻ്റെ മനസ്സിൽ മിന്നൽ പിണർ പോലെ ഒരു ചിന്ത വന്നു. ഡോക്ടർ സുരേഷ്. ബാലചന്ദ്രൻ തലയാട്ടി. സാധ്യതയുണ്ട്, പക്ഷെ ഇതിപ്പോഴും ഉറച്ച തെളിവല്ല. നമുക്ക് കൂടുതൽ തിരയണം. അവർ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ പുസ്തക ഷെൽഫിൻ്റെ പിന്നിൽ നോക്കി. അവിടെ തറയിൽ അല്പം പൊടി പിടിച്ചിരിക്കുന്നു. പൊടിയിൽ കാലടികളുടെ നേരിയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. പ്രൊഫസർ സാർ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ അലമാരയുടെ പിന്നിൽ പോകാറുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവിടെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ആരോ ഇവിടെ പോയിട്ടുണ്ട്. അത് അടുത്ത കാലത്താണ്. ബാലചന്ദ്രൻ പൊടിയിലുണ്ടായിരുന്ന അടയാളങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കി. ഇതൊരു ഷൂസിൻ്റെ അടയാളമാണ്, നോക്കൂ. ഈ ഷൂസിൻ്റെ വലിപ്പം വെച്ച് നോക്കിയാൽ ഒരു പുരുഷൻ്റേതാണ്. അപ്പോഴാണ് താഴെ ശബ്ദം കേട്ടത്. ആരോ വന്നിട്ടുണ്ട്. ഞങ്ങൾ താഴേക്ക് പോയി. സ്വീകരണമുറിയിൽ പ്രമോദ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നവൻ കൂടുതൽ പരിഭ്രാന്തനായി കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിയർപ്പുണ്ടായിരുന്നു. നമസ്കാരം പ്രൊഫസർ സാർ, അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പ്രമോദ്, നീ ഓക്കെ അല്ലേ? പ്രൊഫസർ ഉത്കണ്ഠയോട് ചോദിച്ചു. അതെ, അല്പം സുഖമില്ലെന്ന് മാത്രം. ബാലചന്ദ്രൻ അദ്ദേഹത്തെ ശ്രദ്ധാപൂർവ്വം നോക്കി. പ്രമോദ്, നിങ്ങൾ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രമോദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ, പക്ഷെ മടിക്കുന്നു. പിന്നെ അദ്ദേഹം സാവധാനം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്, പക്ഷെ തനിച്ച്. ബാലചന്ദ്രൻ തലയാട്ടി. നമുക്ക് പുറത്ത് തോട്ടത്തിലേക്ക് പോകാം. ഞങ്ങൾ 3 പേരും പുറത്തേക്ക് പോയി.
ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രമോദ് ചുറ്റും നോക്കി. ബാലചന്ദ്രൻ അദ്ദേഹം വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു. ആരോ പ്രൊഫസർ സാറിനെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കങ്ങനെ തോന്നാൻ കാരണം എന്താണ്? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു ദിവസം ഞാൻ പ്രൊഫസർ സാറിൻ്റെ ഒരു പുസ്തകം തിരികെ നൽകാൻ വന്നിരുന്നു. അന്ന് പ്രൊഫസർ സാറ് വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ രേഖ എന്നെ അകത്തേക്ക് വിട്ടു. ഞാൻ പുസ്തകം വയ്ക്കാൻ മുകളിലേക്ക് പോയപ്പോൾ കണ്ടു, പഠനമുറിയിൽ മറ്റാരോ ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? എനിക്കറിയില്ല. ഞാൻ വാതിലിലൂടെ നോക്കി. ഒരു മനുഷ്യൻ മേശപ്പുറത്ത് എന്തോ ചെയ്യുകയായിരുന്നു. എനിക്ക് പേടിയായി. ഞാൻ താഴേക്ക് പോയി. ഞാൻ ആരോടും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? പ്രമോദ് തലകുലുക്കി. ഇല്ല. അദ്ദേഹം ഒരു കോട്ട് ധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറംഭാഗമാണ് ഞാൻ കണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുടി നരച്ചതായിരുന്നു. ബാലചന്ദ്രൻ പെട്ടെന്ന് ചോദിച്ചു, നരച്ച മുടിയോ? നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ. എൻ്റെ മനസ്സിൽ ചിന്തകൾ പായാൻ തുടങ്ങി. ഡോക്ടർ സുരേഷിൻ്റെ മുടി നരച്ചതല്ലായിരുന്നു, കറുത്തതായിരുന്നു. ചിലത് നരച്ചിട്ടുണ്ടെങ്കിലും. എന്നാൽ പൂർണ്ണമായി നരച്ച മുടി ആരുടേതായിരിക്കും? മറ്റെന്തെങ്കിലും? ബാലചന്ദ്രൻ ചോദിച്ചു. പ്രമോദ് മടിയോടെ പറഞ്ഞു, മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ മാസം ഒരു ദിവസം പ്രൊഫസർ സാർ എന്നോട് പറഞ്ഞു, കണ്ണടയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അദ്ദേഹത്തിന് കാഴ്ച മങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണട പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. ആ ദിവസത്തിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ കണ്ണടയുടെ ഫ്രെയിം അല്പം വ്യത്യസ്തമായി തോന്നി. വ്യത്യസ്തമോ? എങ്ങനെ? എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. പക്ഷെ എന്തോ മാറ്റമുണ്ടായിരുന്നു. ഫ്രെയിമിൽ ചെറിയൊരു പോറലുണ്ടായിരുന്നു. അത് മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ബാലചന്ദ്രൻ ദീർഘശ്വാസമെടുത്തു. പ്രമോദ്, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നൽകിയത്. നന്ദി. പ്രമോദ് ആശ്വാസം അനുഭവിക്കുന്നത് പോലെ തോന്നി. ബാലചന്ദ്രൻ സാറേ, ദയവായി പ്രൊഫസർ സാറിനെ സഹായിക്കൂ. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ പരമാവധി ശ്രമിക്കാം. ബാലചന്ദ്രൻ ഉറപ്പു നൽകി. പ്രമോദ് പോയി. ഞാൻ ബാലചന്ദ്രനോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താണ്? പ്രമോദ് പറഞ്ഞത് സത്യമാണോ? എനിക്ക് തോന്നുന്നു അതെ, ബാലചന്ദ്രൻ പറഞ്ഞു. അവൻ്റെ പരിഭ്രാന്തി യഥാർത്ഥമാണെന്ന് തോന്നി. കൂടാതെ അവൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സംശയത്തെ ബലപ്പെടുത്തുന്നു. കണ്ണടയുടെ കാര്യമാണോ? അതെ. ഓർമ്മയില്ലേ, ഞാൻ പ്രൊഫസർ സാറിൻ്റെ കണ്ണട പരിശോധിച്ചിരുന്നു. ഫ്രെയിമിൽ ചെറിയൊരു പോറൽ ഞാൻ കണ്ടു. മൂക്കിൻ്റെ പാലത്തിലുള്ള ഭാഗത്ത് നേരിയ പുതിയ തിളക്കമുണ്ടായിരുന്നു. അത് അടുത്തുള്ള കാലത്ത് മാറ്റിയതുപോലെ. അപ്പോൾ ആരോ പ്രൊഫസറുടെ കണ്ണട മാറ്റിയെന്നാണോ? ഇല്ല, കണ്ണടയല്ല, ലെൻസുകൾ മാറ്റി. ഫ്രെയിം പഴയത് തന്നെ, പക്ഷേ ലെൻസിൻ്റെ പവർ മാറ്റി. അതുകൊണ്ടാണ് പ്രൊഫസർ സാറിന് കാഴ്ച മങ്ങുന്നത്. തെറ്റായ പവറുള്ള ലെൻസുകൾ ധരിക്കുന്നത് തലവേദനയ്ക്കും ആശയക്കുഴപ്പത്തിനും കാരണമാകും. ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രൊഫസർ സാറിനെ മാനസികമായി ദുർബലപ്പെടുത്തുക, അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിക്കുകയാണെന്നോ ഓർമ്മശക്തി കുറയുകയാണെന്നോ വിശ്വസിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയെഴുത്ത് പ്രതി അപ്രത്യക്ഷമാകുമ്പോൾ ആരും അദ്ദേഹത്തെ വിശ്വസിക്കില്ല. ഇതൊരു ക്രൂരമായ പദ്ധതിയാണല്ലേ? അതെ അജിത്, ഇത് ആസൂത്രണം ചെയ്ത വ്യക്തി വളരെ ബുദ്ധിമാനാണ്. അപ്പോഴാണ് മറ്റൊരു ശബ്ദം കേട്ടത്. ഒരു വയോധികൻ വീടിൻ്റെ വാതിലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നരച്ച മുടിയുണ്ടായിരുന്നു. അദ്ദേഹം കറുത്ത കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം ബെല്ലടിച്ചു. ആരാണിത്? ഞാൻ ബാലചന്ദ്രനോട് ചോദിച്ചു. നമുക്ക് നോക്കാം, ബാലചന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ അകത്തേക്ക് കയറി. രാഘവൻ വാതിൽ തുറന്നിരുന്നു. ആ വന്നയാൾ അകത്തേക്ക് വരികയാണ്. നമസ്കാരം മോഹൻ. അദ്ദേഹം പ്രൊഫസറെ അഭിവാദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. പ്രൊഫസർ എഴുന്നേറ്റു. ഇതാര്, ഹരിദാസോ? നിങ്ങൾ ഇത്രയും കാലത്തിന് ശേഷം? അതെ, ഞാൻ കൊച്ചിയിൽ ചില കാര്യങ്ങൾക്കായി വന്നതാണ്. അപ്പോൾ ഒന്ന് കാണണമെന്ന് കരുതി. പ്രൊഫസർ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇത് ഹരിദാസ്. ഇദ്ദേഹവും ഒരു പണ്ഡിതനാണ്. ഞങ്ങൾ പഴയ സഹപ്രവർത്തകരാണ്. ഹരിദാസ് ഞങ്ങളെ വന്ദിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളക്കമുള്ളതായിരുന്നു. ബാലചന്ദ്രൻ അദ്ദേഹത്തെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് ഞാൻ കണ്ടു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നരച്ച മുടിയും കറുത്ത കോട്ടും. നിങ്ങളും പ്രൊഫസർ സാർ ചെയ്യുന്ന അതേ ജോലിയാണല്ലേ? ഹരിദാസിൻ്റെ പുഞ്ചിരി ഒരു നിമിഷം കടുപ്പമേറിയതായി. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരേ മേഖലയിലാണ്. പക്ഷെ ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. നിങ്ങൾ അവസാനമായി ഇവിടെ വന്നത് എപ്പോഴാണ്? ബാലചന്ദ്രൻ നേരിട്ട് ചോദിച്ചു. ഹരിദാസ് ഞെട്ടിപ്പോയി. അവസാനമായി ഒരുപക്ഷെ 2 മാസം മുമ്പ്. എന്നാൽ മറുപടി നൽകാൻ അദ്ദേഹം ഒരു നിമിഷം മടിച്ചതായി ഞാൻ കണ്ടു. ബാലചന്ദ്രനും അത് ശ്രദ്ധിച്ചു. വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബാലചന്ദ്രൻ വളരെ ഗൗരവത്തിലായിരുന്നു. അദ്ദേഹം തൻ്റെ മുറിയിലിരുന്ന് കുറിപ്പുകൾ എഴുതുകയായിരുന്നു. അജിത്, അദ്ദേഹം പറഞ്ഞു, ഈ കേസ് ഞാൻ വിചാരിച്ചതിനേക്കാൾ സങ്കീർണമാണ്. ഇപ്പോൾ നമ്മുടെ പക്കൽ 3 സംശയിക്കപ്പെടുന്നവരുണ്ട്. 3? അതെ. മൂന്നാമത്തേത് ഡോക്ടർ സുരേഷ് കുമാർ. അദ്ദേഹം ഒരു കെമിസ്റ്റാണ്. അദ്ദേഹത്തിന് തെർമൽ ഇങ്കിനെ കുറിച്ചറിയാം. അദ്ദേഹം പ്രൊഫസർക്ക് സംശയാസ്പദമായ മരുന്നുകൾ നൽകി.
ഹീറ്റർ സ്വിച്ചിൽ കണ്ട രാസവസ്തുക്കളുടെ പാടുകൾ ഒരു ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടതാകാം. രണ്ടാമത്തേത് ഹരിദാസ്. അദ്ദേഹത്തിന് നരച്ച മുടിയുണ്ട്. അദ്ദേഹം കറുത്ത കോട്ടാണ് ധരിക്കുന്നത്, പ്രമോദ് കണ്ടതുപോലെ. ഏറ്റവും പ്രധാനമായി പ്രൊഫസർ സാർ ജോലി ചെയ്യുന്ന അതേ വിഷയത്തിലാണ് അദ്ദേഹവും ഗവേഷണം നടത്തുന്നത്. അതിനർത്ഥം അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടാകാം. മൂന്നാമത്തേത് ബാലചന്ദ്രൻ നിർത്തി പറഞ്ഞു. പ്രമോദ്. അതെ, അദ്ദേഹം വളരെ ഭയപ്പെട്ടതും പരിഭ്രാന്തനായും കാണപ്പെട്ടു. എന്നാൽ ചിലപ്പോൾ ഏറ്റവും നിഷ്കളങ്കരെന്ന് തോന്നുന്നവരാണ് ഏറ്റവും അപകടകാരികൾ. അദ്ദേഹത്തിനും ഈ ഗവേഷണത്തിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രൊഫസർ അദ്ദേഹത്തെ വിലക്കിയിരുന്നു. ഇവരിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി? അതാണ് അജിത് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതിനായി നമുക്ക് കൂടുതൽ ആഴത്തിൽ തിരയണം. നാളെ ഞാൻ ഡോക്ടർ സുരേഷിൻ്റെ ലബോറട്ടറിയിൽ പോകും. പ്രൊഫസറും അദ്ദേഹവും ഹരിദാസും തമ്മിലുള്ള പഴയ ബന്ധത്തെക്കുറിച്ച് ചോദിക്കും. മരുന്നുകളുടെ കാര്യമോ? നാളെ ഞാനത് വിശ്വസ്തനായ ഒരു കെമിസ്റ്റിന് അയച്ചു കൊടുക്കും. ആ ഗുളികകളിൽ എന്താണ് കലർത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയണം. രാത്രിയായി. ഞാൻ ഉറങ്ങി. എന്നാൽ ബാലചന്ദ്രൻ്റെ മുറിയിൽ വിളക്ക് നേരം വെളുക്കുവോളം തെളിഞ്ഞു നിന്നു. അദ്ദേഹം പുസ്തകങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു, ഈ നിഗൂഢത പരിഹരിക്കാനുള്ള ശ്രമത്തിൽ. പിറ്റേന്ന് രാവിലെ ബാലചന്ദ്രൻ എന്നെ വിളിച്ചുണർത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക ആവേശമുണ്ടായിരുന്നു. അജിത്, തയ്യാറാവൂ, നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങളാദ്യം ഡോക്ടർ മാധവൻ നായരുടെ അടുത്തേക്ക് പോയി. അദ്ദേഹം ബാലചന്ദ്രൻ്റെ പഴയ സുഹൃത്തും കോട്ടയം മെഡിക്കൽ കോളേജ് പ്രൊഫസറുമായിരുന്നു. ബാലചന്ദ്രൻ പ്രൊഫസർ മോഹൻലാലിൻ്റെ മരുന്നുകൾ അദ്ദേഹത്തിന് നൽകി. മാധവൻ, എനിക്ക് ഈ ഗുളികകൾ പരിശോധിക്കണം, ബാലചന്ദ്രൻ പറഞ്ഞു. ഇതിൽ മറ്റെന്തോ കലർന്നിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഡോക്ടർ മാധവൻ ഗുളികകൾ നോക്കി. ശരി, എനിക്ക് 2 ദിവസം സമയം തരൂ. ഞാനിതിൻ്റെ പൂർണ്ണ വിശകലനം നടത്താം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പള്ളുരുത്തിയിലേക്ക് പോയി, ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ ലബോറട്ടറിയിലേക്ക്. അതൊരു പഴയ കെട്ടിടത്തിൻ്റെ 1ാം നിലയായിരുന്നു. പുറത്തൊരു ചെറിയ ബോർഡുണ്ടായിരുന്നു, സുരേഷ് കെമിക്കൽ ലബോറട്ടറി. ഞങ്ങൾ അകത്തേക്ക് കയറി. രാസ ഉപകരണങ്ങൾ നിറഞ്ഞ അലമാരകളുള്ള ചെറിയ മുറി. അവിടെ വിചിത്രമായൊരു ഗന്ധമുണ്ടായിരുന്നു, വിവിധ രാസവസ്തുക്കളുടെ സമ്മിശ്ര ഗന്ധം. ഒരു യുവസഹായി അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർ സുരേഷ് ഇവിടെയുണ്ടോ? ബാലചന്ദ്രൻ ചോദിച്ചു. അതെ, ഉള്ളിലെ മുറിയിലുണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറി. ഡോക്ടർ സുരേഷ് ഒരു മേശയിൽ കുനിഞ്ഞിരുന്ന് എന്തോ എഴുതുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ബാലചന്ദ്രൻ, നിങ്ങളിവിടെ? അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത്ഭുതവും ഒരുപക്ഷെ ചെറിയൊരു പരിഭ്രാന്തിയും ഉണ്ടായിരുന്നു. അതെ ഡോക്ടർ സാർ, എനിക്ക് നിങ്ങളുടെ ലബോറട്ടറി ഒന്ന് കാണണമെന്ന് തോന്നി. നിങ്ങൾക്ക് വിരോധമില്ലല്ലോ? ഇല്ല, ഒരിക്കലുമില്ല, ഡോക്ടർ സുരേഷ് പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുമൊരു സാധാരണ ലബോറട്ടറി മാത്രം. ബാലചന്ദ്രൻ പതുക്കെ മുറിയിൽ ചുറ്റി നടന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എല്ലാത്തിലും പതിഞ്ഞു. അലമാരകളിലിരിക്കുന്ന രാസവസ്തുക്കളുടെ കുപ്പികൾ, മേശപ്പുറത്തെ ഉപകരണങ്ങൾ, ചുവരിലെ ചാർട്ടുകൾ. ഡോക്ടർ സാറേ, നിങ്ങൾ ഏതുതരം രാസവസ്തുക്കളിലാണ് ജോലി ചെയ്യുന്നത്? ബാലചന്ദ്രൻ ചോദിച്ചു. പ്രധാനമായും ഔഷധ രാസവസ്തുക്കൾ. ചിലപ്പോൾ പ്രത്യേകതരം രാസസംയുക്തങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്താറുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും മഷിയെക്കുറിച്ച് ജോലി ചെയ്തിട്ടുണ്ടോ? ഡോക്ടർ സുരേഷ് ഒരു നിമിഷം നിർത്തി പറഞ്ഞു. മഷി എൻ്റെ മേഖലയല്ല. പക്ഷേ നിങ്ങൾക്ക് തെർമൽ ഇങ്കിനെക്കുറിച്ച് അറിയാമല്ലോ? അതെ, സൈദ്ധാന്തികമായി ഓരോ രസതന്ത്രജ്ഞനും അതിനെക്കുറിച്ച് ചില അറിവുകളുണ്ടാവും. ബാലചന്ദ്രൻ ഒരു അലമാരയ്ക്കരികിൽ നിന്നു. അതിൽ വിവിധ നിറങ്ങളിലുള്ള രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. ഈ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പദാർത്ഥം എന്താണ്? ഡോക്ടർ സുരേഷ് നോക്കി. ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഒരു സാധാരണ ലാബ് കെമിക്കൽ. ഇത് ചർമ്മത്തിൽ പാടുകൾ ഉണ്ടാക്കുമോ? അതെ, ചർമ്മത്തിൽ തട്ടിയാൽ മഞ്ഞപ്പാടുകൾ ഉണ്ടാവും. പക്ഷേ ഞങ്ങളെപ്പോഴും കയ്യുറകൾ ധരിച്ചാണ് ജോലി ചെയ്യുന്നത്. ബാലചന്ദ്രൻ തലയാട്ടി. പിന്നെ അദ്ദേഹം ഡോക്ടർ സുരേഷിൻ്റെ കൈകളിലേക്ക് നോക്കി. കൈകൾ വൃത്തിയുള്ളതായിരുന്നുവെങ്കിലും വിരലുകൾക്കിടയിൽ വളരെ നേരിയ ഒരു മഞ്ഞനിറം കാണാമായിരുന്നു. ഡോക്ടർ സാറേ, നിങ്ങൾ പ്രൊഫസർ മോഹൻലാലിൻ്റെ വളരെ പഴയ സുഹൃത്താണല്ലോ? അതെ, കോളേജ് കാലം മുതലുള്ള സുഹൃത്താണ്. ഏകദേശം 35 വർഷത്തെ ബന്ധം. അപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകുമല്ലോ? തീർച്ചയായും. മോഹൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ ഒരു ദോഷവും വരുത്തില്ലല്ലോ അല്ലേ? ഡോക്ടർ സുരേഷിൻ്റെ കണ്ണുകളിൽ വിചിത്രമായൊരു തിളക്കം കണ്ടു. ഇതെന്തൊരു ചോദ്യമാണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, ശത്രുവല്ല. ഞാനൊന്ന് ഉറപ്പിക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രം, ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. നന്ദി ഡോക്ടർ സാർ, ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ബാലചന്ദ്രനോട് ചോദിച്ചു,
നീ എന്തിനാണ് അവനോട് ഇത്ര നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചത്? അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്ക് കാണണമായിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞു. ഞാൻ കണ്ടത് വളരെ രസകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു നേരിയ മഞ്ഞപ്പാടുണ്ട്. ഹീറ്റർ സ്വിച്ചിൽ കണ്ട അതേ നിറം. ഞാൻ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം മറ്റെന്തോ കണ്ടു. ഭയമോ അല്ലെങ്കിൽ കുറ്റബോധം. ഉച്ചക്ക് ഞങ്ങൾ വീണ്ടും പ്രൊഫസർ മോഹൻലാലിൻ്റെ വീട്ടിലെത്തി. ഇന്നവിടെ ഒരു വ്യത്യസ്തമായ അന്തരീക്ഷമായിരുന്നു. രേഖ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. അകത്താരും ഉറക്കെ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു. എന്തുപറ്റി? ബാലചന്ദ്രൻ ചോദിച്ചു. ഹരിദാസ് മാമ വന്നിട്ടുണ്ട്, രേഖ ദേഷ്യത്തോടെ പറഞ്ഞു. അദ്ദേഹം അച്ഛനുമായി തർക്കത്തിലാണ്. ഞങ്ങൾ അകത്തേക്ക് പോയി. സ്വീകരണ മുറിയിൽ പ്രൊഫസർ മോഹൻലാലും ഹരിദാസും മുഖാമുഖം നിൽക്കുകയാണ്. രണ്ടുപേരുടെയും മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു. മോഹൻ, നിനക്കത് ചെയ്യാൻ കഴിയില്ല, ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു. ആ ഗവേഷണം എൻ്റെ ആശയമായിരുന്നു. നിന്റെ ആശയമോ? പ്രൊഫസർ മോഹൻലാൽ ദേഷ്യത്തോട് ചോദിച്ചു. ഹരിദാസ്, നമ്മൾ രണ്ടുപേരും ചേർന്ന് 15 വർഷം മുമ്പ് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ അതിൽ ജോലി ചെയ്തത് ഞാനാണ്. ഞാൻ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തു. പക്ഷേ തുടക്കത്തിലെ സങ്കല്പം എൻ്റേതായിരുന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ രണ്ടുപേരും നിന്നു. പ്രൊഫസർ ദീർഘശ്വാസമെടുത്തു. ബാലചന്ദ്രൻ, നിങ്ങൾ വന്നല്ലോ, ക്ഷമിക്കണം. നിങ്ങൾക്കിതെല്ലാം കേൾക്കേണ്ടി വന്നു. ഹരിദാസ് ദേഷ്യത്തോടെ ഞങ്ങളെ നോക്കി. പിന്നെ പ്രൊഫസറുടെ നേരെ തിരിഞ്ഞു. ഈ സംസാരം അവസാനിച്ചിട്ടില്ല മോഹൻ. എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ നേടും എന്ന് പറഞ്ഞ അദ്ദേഹം വേഗത്തിൽ പുറത്തേക്ക് പോയി. പ്രൊഫസർ ഒരു കസാരയിലേക്ക് ഇരുന്നു. അദ്ദേഹം തളർന്നതുപോലെ കാണപ്പെട്ടു. എന്നോട് ക്ഷമിക്കണം ബാലചന്ദ്രൻ. ഹരിദാസൻ ഞാനും തമ്മിൽ ഒരു പഴയ തർക്കമുണ്ട്. ഞാൻ കേട്ടു, ബാലചന്ദ്രൻ പറഞ്ഞു. പ്രൊഫസർ, ദയവായി എന്നോട് മുഴുവൻ കാര്യങ്ങളും പറയൂ. ഈ തർക്കം എന്തിനെക്കുറിച്ചാണ്? പ്രൊഫസർ തലയാട്ടി. ഏകദേശം 15 വർഷം മുമ്പ് ഹരിദാസും ഞാനും ഒരേ വിഷയത്തിൽ ഗവേഷണം നടത്താൻ ആഗ്രഹിച്ചു. വൈദിക ജ്യോതിശാസ്ത്രം. ഞങ്ങൾ കുറച്ചു കാലം ഒന്നിച്ച് ജോലി ചെയ്തു. പക്ഷേ പിന്നീട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഭിന്നിച്ചു. ഹരിദാസിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഞങ്ങൾ വെവ്വേറെ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ ഈ ഗവേഷണത്തിൽ ആഴത്തിലിറങ്ങി. ഞാൻ 10 വർഷം ഇതിനായി ചെലവഴിച്ചു. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചു. പക്ഷെ ഹരിദാസ് ഒന്നും ചെയ്തില്ല. അവൻ മറ്റു വിഷയങ്ങളിൽ ജോലി ചെയ്തു. ഇപ്പോൾ എൻ്റെ ജോലി തീരാറായപ്പോൾ അവൻ അവകാശവാദം ഉന്നയിക്കുന്നു. അത് സത്യമാണോ? തുടക്കത്തിലെ ആശയം അദ്ദേഹത്തിൻ്റെതായിരുന്നോ? പ്രൊഫസർ മടിയോടെ പറഞ്ഞു. ഭാഗികമായി അതെ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. പക്ഷെ അന്തിമ ഗവേഷണം പൂർണ്ണമായും എൻ്റേതാണ്. ബാലചന്ദ്രൻ മിണ്ടിയില്ല. പിന്നെ ചോദിച്ചു. പ്രൊഫസർ, ഹരിദാസിന് നിങ്ങളുടെ കയ്യെഴുത്ത് പ്രതിയെക്കുറിച്ച് അറിയാമായിരുന്നു? അതെ, ഞാനിതിൽ ജോലി ചെയ്യുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് കയ്യെഴുത്ത് പ്രതി കാണിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യെഴുത്ത് പ്രതി അപ്രത്യക്ഷമായപ്പോൾ നിങ്ങൾ ഹരിദാസിനോട് പറഞ്ഞോ? ഇല്ല, രേഖയോടും സുരേഷിനോടുമല്ലാതെ ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം നിങ്ങളോട് ഇതിനെക്കുറിച്ച് തർക്കിക്കുകയായിരുന്നല്ലോ. പ്രൊഫസർ നെറ്റിയിൽ കൈവച്ചു. അതെ, ഇന്നലെ അദ്ദേഹം എങ്ങനെയോ എൻ്റെ കയ്യെഴുത്ത് പ്രതിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഇന്ന് അദ്ദേഹം ഇവിടെ വന്ന് പറയുന്നത് ഇതെല്ലാം എൻ്റെ കള്ളത്തരമാണെന്നും ഞാൻ ഗവേഷണമൊന്നും നടത്തിയിരുന്നില്ല എന്നുമാണ്. ബാലചന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു. പ്രൊഫസർ, ഇത് വളരെ പ്രധാനമാണ്. ഹരിദാസ് നിങ്ങളെ ഉപദ്രവിക്കാൻ വളരെ ശക്തമായൊരു കാരണമുണ്ട്. അസൂയയും പ്രതികാരവും. അപ്പോഴാണ് രേഖ അകത്തേക്ക് വന്നത്. അവളുടെ കയ്യിൽ ഒരു ചെറിയ പേപ്പർ തുണ്ടുണ്ടായിരുന്നു. അച്ഛാ, ഇത് നിങ്ങളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ വസ്ത്രം കഴുകാനെടുത്തപ്പോൾ കിട്ടിയതാണ്. പ്രൊഫസർ പേപ്പർ എടുത്ത് വായിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം വിളറി. ഇതെന്താണ്? ബാലചന്ദ്രൻ പേപ്പർ വാങ്ങി വായിച്ചു. അതിലൊരു വാചകം എഴുതിയിരുന്നു. നിന്റെ അധ്വാനം വെറുതെയാണ്. നിനക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരികെ കിട്ടില്ല. ഈ പേപ്പർ നിങ്ങളുടെ പോക്കറ്റിൽ എങ്ങനെ വന്നു? ബാലചന്ദ്രൻ ചോദിച്ചു. എനിക്കറിയില്ല. പ്രൊഫസർ വിറയ്ക്കുകയായിരുന്നു. ഞാനിത് ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾ ഇന്നലെ ഏത് ഷർട്ടാണ് ധരിച്ചിരുന്നത്? അലമാരയിൽ തൂക്കിയിരിക്കുന്ന അതേ വെള്ള ഷർട്ട്. ബാലചന്ദ്രൻ ഷർട്ട് പരിശോധിച്ചു. പോക്കറ്റ് പൂർണ്ണമായും ശൂന്യമായിരുന്നു. അപ്പോൾ ആരോ നിങ്ങളുടെ പോക്കറ്റിൽ ഈ പേപ്പർ വച്ചിട്ടുണ്ട്. ആ വ്യക്തി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടാകണം. ഇന്നലെ ഇവിടെ ആരൊക്കെയാണ് വന്നത്? ഞാൻ ചോദിച്ചു. രേഖയൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. പ്രമോദ് വന്നിരുന്നു. ഡോക്ടർ സുരേഷ് മാമനും വൈകുന്നേരം വന്നിരുന്നു. പിന്നെ ഹരിദാസ് മാമനും വന്നിരുന്നു. പക്ഷേ അച്ഛൻ വീട്ടിലില്ലാത്തതിനാൽ അദ്ദേഹം പോയി. അദ്ദേഹം അല്പനേരം അകത്തിരുന്നിരുന്നു. ഞാൻ ചായ നൽകി. ബാലചന്ദ്രൻ പേപ്പർ ശ്രദ്ധാപൂർവം നോക്കി. പിന്നെ അത് മണത്ത് നോക്കി. ഈ പേപ്പറിൽ ഒരു നേരിയ ഗന്ധമുണ്ട്. ഏതെങ്കിലും രാസവസ്തുവിൻ്റെ ഗന്ധം. അദ്ദേഹം നിശബ്ദനായി. ചിന്തകളിൽ ആണ്ടുപോയി. വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ
ബാലചന്ദ്രൻ തൻ്റെ കുറിപ്പുകൾ വീണ്ടും പരിശോധിച്ചു. അദ്ദേഹം എല്ലാ വസ്തുക്കളും ഒരു പേപ്പറിലേക്ക് എഴുതി. കൈയെഴുത്ത് പ്രതിയിലെ മഷി മാഞ്ഞത്, തെർമൽ ഇങ്ക് അല്ലെങ്കിൽ രാസപ്രക്രിയ, ഹീറ്റർ സ്വിച്ചിലെ മഞ്ഞ രാസപ്പാടുകൾ, പ്രൊഫസറുടെ കണ്ണട, ലെൻസുകൾ മാറ്റി പുതിയ പോറൽ, പ്രൊഫസർക്ക് നൽകിയ മരുന്നുകൾ സംശയാസ്പദം, ഭീഷണിപ്പെടുത്തുന്ന പേപ്പർ, രാസഗന്ധമുള്ളത്, പ്രതികൾ ഡോക്ടർ സുരേഷ് കെമിസ്റ്റ്, കൈകളിൽ മഞ്ഞപ്പാടുകൾ, മരുന്നുകൾ നൽകി, ഹരിദാസ്, നരച്ച മുടി, കറുത്ത കോട്ട്, പഴയ തർക്കം, അസൂയ, പ്രമോദ്, വിഷയത്തിൽ താൽപ്പര്യം, വീട്ടിൽ വരാറുണ്ട്, പരിഭ്രാന്തൻ. ഇവരിൽ ഒരാളാണ് കുറ്റവാളി, ബാലചന്ദ്രൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പോഴും എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കാണാത്ത മറ്റെന്തോ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പോലീസിനെ വിളിക്കണോ? ഞാൻ ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വേണ്ട. നമുക്കിപ്പോഴും കൃത്യമായി തെളിവായിട്ടില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണം. അപ്പോഴാണ് കുട്ടപ്പം എന്ന് പറഞ്ഞത്. അജിത്, താഴെ ഒരാൾ വന്നിട്ടുണ്ട്. ബാലചന്ദ്രൻ സാറുമായി അടിയന്തരമായി സംസാരിക്കണമെന്ന് പറയുന്നു. ഞങ്ങൾ താഴേക്ക് പോയി. വാതിൽക്കൽ പ്രമോദ് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം പൂർണ്ണമായും വിളറിയിരുന്നു. അദ്ദേഹം വിറയ്ക്കുകയാണ്. പ്രമോദ്, ബാലചന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര വൈകി ഇത്രയധികം പരിഭ്രാന്തനായി കാണപ്പെടാൻ കാരണമെന്താണ്? പ്രമോദ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ബാലചന്ദ്രൻ, ഇന്ന് എനിക്കൊരു കത്ത് കിട്ടി. എൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ അടിയിലൂടെ ആരും ഇട്ടതാണ്. അദ്ദേഹം ഒരു മടക്കിയ പേപ്പർ എടുത്തു. ബാലചന്ദ്രൻ അത് തുറന്നു വായിച്ചു. ഞാനും നോക്കി. അതിൽ വൃത്തിയുള്ള അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു, നീ പോലീസിനോടോ ബാലചന്ദ്രനോടോ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഗതിയും പ്രൊഫസറുടേത് തന്നെയാകും. മിണ്ടാതിരിക്കുക. ബാലചന്ദ്രൻ്റെ മുഖം ഗൗരവമുള്ളതായി. പ്രമോദ്, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ ആ ദിവസം പഠനമുറിയിൽ ഒരാളെ കണ്ടുവെന്ന്? ഈ കത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടിയത്? ഇന്ന് വൈകുന്നേരം ഏകദേശം 6 മണിക്ക്. ബാലചന്ദ്രൻ കത്ത് ശ്രദ്ധാപൂർവം നോക്കി. ഇത് വളരെ വൃത്തിയുള്ള കൈപ്പടയാണ്. ഒരു വിദ്യാഭ്യാസ സമ്പന്നൻ്റെ കൈപ്പട. അദ്ദേഹം കത്ത് മണത്ത് നോക്കി. ഇതിലും പ്രൊഫസറുടെ പോക്കറ്റിൽ കണ്ട അതേ രാസഗന്ധമുണ്ട്. അപ്പോൾ ഒരേ ആൾ തന്നെയാണോ 2 കത്തുകളും എഴുതിയത്? ഞാൻ ചോദിച്ചു. സാധ്യതയുണ്ട്. പക്ഷേ ഇത് മറ്റൊരു പ്രധാന കാര്യം കൂടി പറയുന്നു. കുറ്റവാളിക്ക് നമ്മൾ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയാം. അദ്ദേഹം നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രമോദ് പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ, ഞാൻ എന്തു ചെയ്യണം? പേടിക്കണ്ട, ബാലചന്ദ്രൻ ഉറപ്പ് നൽകി. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ തങ്ങിക്കോളൂ. നാളെ രാവിലെ നമ്മൾ ഒന്നിച്ച് പ്രൊഫസർ സാറിൻ്റെ വീട്ടിൽ പോകും. ഞാൻ ഈ കേസ് ഉടനെ പരിഹരിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. പ്രമോദ് ആശ്വാസത്തോടെ ഞങ്ങളോടൊപ്പം താമസിക്കാൻ തയ്യാറായി. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ബാലചന്ദ്രനും ഞാനും ടെറസിലിരിക്കുകയായിരുന്നു. നിലാവുള്ള രാത്രിയായിരുന്നു. വായുവിൽ വിചിത്രമായൊരു പിരിമുറുക്കമുണ്ടായിരുന്നു. അജിത്, ബാലചന്ദ്രൻ സാവധാനം പറഞ്ഞു, ഇപ്പോൾ ഈ കേസ് അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുറ്റവാളി പരിഭ്രാന്തനായിരിക്കുന്നു. പരിഭ്രാന്തനായ കുറ്റവാളി ഏറ്റവും അപകടകാരിയാണ്. അയാൾ പ്രൊഫസർ സാറിനെ ഉപദ്രവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, അയാളത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അയാളെ പിടിക്കണം. പക്ഷെ കുറ്റവാളി ആരാണെന്ന് നമുക്കിതുവരെ അറിയില്ലല്ലോ. ബാലചന്ദ്രൻ ഒരു സിഗരറ്റ് കൊളുത്തി. എനിക്കൊരു പദ്ധതി തോന്നിയിട്ടുണ്ട് അജിത്. നാളെ ഞാൻ ഒരു കെണിയൊരുക്കും. കുറ്റവാളി അതിൽ താനെ വീഴും. എന്ത് പദ്ധതി? ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു. അത് നീ നാളെ കാണും. പക്ഷെ ഇപ്പോഴെനിക്ക് ഒരു കാര്യം കൂടി ഉറപ്പിക്കാനുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അദ്ദേഹം തൻ്റെ മുറിയിലിരുന്ന് പുസ്തകങ്ങൾ പരിശോധിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഈ നിഗൂഢത പൂർണ്ണമായും തുറക്കുന്ന അവസാനത്തെ തെളിവ് അദ്ദേഹം തിരയുകയാണ്. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ബാലചന്ദ്രൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അജിത്, വേഗം തയ്യാറാകൂ, അദ്ദേഹം പറഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രഭാത ഭക്ഷണമേശയിൽ പ്രമോദുമുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും വിഷമത്തിലായിരുന്നുവെങ്കിലും രാത്രിയിലെ ഉറക്കം അദ്ദേഹത്തിന് അല്പം ആശ്വാസം നൽകിയിരുന്നു. പ്രമോദ്, ബാലചന്ദ്രൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ പ്രൊഫസർ സാറിൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും ഒന്ന് വിളിക്കണം. ഡോക്ടർ സുരേഷിനെയും ഹരിദാസിനെയും, വീട്ടിൽ വരാറുള്ള മറ്റെല്ലാവരെയും. പക്ഷെ എന്തിന്? പ്രമോദ് ചോദിച്ചു. കാരണം ഇന്ന് ഞാൻ ഈ കേസ് പരിഹരിക്കാൻ പോവുകയാണ്, ബാലചന്ദ്രൻ ഉറപ്പോടെ പറഞ്ഞു. പ്രൊഫസറിൻ്റെ കൈയെഴുത്ത് പ്രതിക്ക് എന്ത് സംഭവിച്ചുവെന്നും അതിന് പിന്നിൽ ആരാണെന്നും ഇന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ പറയും. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ബാല, നിനക്ക് കുറ്റവാളിയെ മനസ്സിലായോ? ബാലചന്ദ്രൻ പുഞ്ചിരിച്ചു. അതെ അജിത്, രാത്രി മുഴുവനും ഞാൻ എല്ലാ തെളിവുകളും കൂട്ടിയിണക്കി നോക്കി. ഇപ്പോൾ എനിക്ക് മുഴുവൻ ചിത്രവും മനസ്സിലായിരിക്കുന്നു. എങ്കിലും എനിക്ക് അവസാനത്തെ ഒരു സ്ഥിരീകരണം കൂടി വേണം. അത് ഇന്ന് ലഭിക്കും. ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പേരും പ്രൊഫസർ മോഹൻലാലിൻ്റെ വീട്ടിലെത്തി. ഞങ്ങളെ ഒന്നിച്ചു കണ്ടപ്പോൾ പ്രൊഫസർ ഞെട്ടിപ്പോയി. ബാലചന്ദ്രൻ, നിങ്ങൾ 3 പേരും ഒരുമിച്ച്?
അതേ പ്രൊഫസർ, ബാലചന്ദ്രൻ പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പോവുകയാണ്. പക്ഷെ അതിനായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇവിടെ വിളിക്കണം. ദയവായി ഡോക്ടർ സുരേഷിനെയും ഹരിദാസിനെയും ഇവിടെ വിളിക്കൂ. 3 മണിക്ക് ഞാൻ എല്ലാവരുടെയും മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കാം. പ്രൊഫസർ പരിഭ്രമത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് കുറ്റവാളിയെക്കുറിച്ച് അറിവ് ലഭിച്ചോ? അതെ, ഏകദേശം. അവസാനത്തെ സ്ഥിരീകരണം കൂടി കിട്ടാനുണ്ട്. പ്രൊഫസർ ഉടൻ തന്നെ 2 പേർക്കും സന്ദേശം അയച്ചു. ഇതിനിടയിൽ ബാലചന്ദ്രൻ ചോദിച്ചു, പ്രൊഫസർ, ഡോക്ടർ മാധവൻ നായരുടെ സന്ദേശം എന്തെങ്കിലും വന്നോ? അതെ, ഇന്ന് രാവിലെ ഒരു കത്ത് വന്നിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. പ്രൊഫസർ ഒരു കവർ എടുത്ത് നൽകി. ബാലചന്ദ്രൻ അത് തുറന്നു വായിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സംതൃപ്തി കണ്ടു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഡോക്ടർ മാധവൻ മരുന്നുകളെ വിശകലനം ചെയ്തു. അതിൽ സാധാരണ ഉറക്ക ഗുളികയ്ക്ക് പുറമെ മറ്റൊരു രാസവസ്തു കൂടി കലർത്തിയിരിക്കുന്നു. ഒരു ചെറിയ വിഷാംശമുള്ള പദാർത്ഥം. അത് സാവധാനം ഓർമ്മയെയും കാഴ്ചയെയും ബാധിക്കും. ദീർഘകാലം ഇത് കഴിക്കുന്നത് ആശയക്കുഴപ്പത്തിനും മാനസിക ദൗർബല്യത്തിനും കാരണമാകും. പ്രൊഫസർ മോഹൻലാലിൻ്റെ മുഖം വിളറി. അപ്പോൾ സുരേഷ്, ക്ഷമിക്കൂ പ്രൊഫസർ, ബാലചന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴൊന്നും ഉറപ്പിക്കാനാകില്ല. കൃത്യം 3 മണിക്ക് എല്ലാവരും ഒത്തുകൂടി. പ്രൊഫസർ മോഹൻലാൽ, രേഖ, ഡോക്ടർ സുരേഷ്, ഹരിദാസ്, പ്രമോദ്, ജോലിക്കാരൻ രാഘവൻ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. ബാലചന്ദ്രൻ നടുവിൽ നിന്നു. ഞാൻ ഒരു മൂലയിലേക്കിരുന്നു. ബാലചന്ദ്രൻ ആരംഭിച്ചു. ആദ്യമായി നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് നന്ദി. പ്രൊഫസർ മോഹൻലാലിന് എന്ത് സംഭവിച്ചുവെന്നും എന്തുകൊണ്ട് സംഭവിച്ചുവെന്നും ഇന്ന് ഞാൻ നിങ്ങളോട് പറയും. എല്ലാവരുടെയും നോട്ടം ബാലചന്ദ്രനിലായിരുന്നു. മുറിയിൽ നിശബ്ദതയായിരുന്നു. പ്രൊഫസർ എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം 3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഒന്നാമത്, തൻ്റെ 10 വർഷത്തെ കഠിനാധ്വാനം. കയ്യെഴുത്ത് പ്രതി അപ്രത്യക്ഷമായി. ഇതാദ്യം അസാധ്യമായ ഒന്നായി തോന്നി. എന്നാൽ ആ പേപ്പറുകൾ കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ബാലചന്ദ്രൻ ഒന്ന് നിർത്തി എല്ലാവരെയും നോക്കി. ആദ്യത്തെ കാര്യം, പേപ്പറിലെ മഷി മാഞ്ഞു പോയതല്ല, മറിച്ച് ഒരു പ്രത്യേക രീതിയിൽ മാറ്റിയതാണ്. വെളിച്ചത്തിൽ നോക്കിയപ്പോൾ സമ്മർദ്ദത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു. അത് തെളിയിച്ചു എഴുത്ത് അവിടെ തന്നെയുണ്ട്, പക്ഷേ അദൃശ്യമായതാണെന്ന്. ഹരിദാസ് ചോദിച്ചു, ഇതെങ്ങനെ സാധ്യമാണ്? തെർമലിങ്ക്, ബാലചന്ദ്രൻ പറഞ്ഞു. ചൂടാക്കിയാൽ അപ്രത്യക്ഷമാകുന്ന മഷിയുണ്ട്. എന്നാൽ പ്രൊഫസർ സാധാരണ മഷി കൊണ്ടാണ് എഴുതിയിരുന്നത്. അപ്പോൾ ചോദ്യം, സാധാരണ മഷി എങ്ങനെയാണ് അപ്രത്യക്ഷമാകുന്നത്? എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നു. ഞാൻ രസതന്ത്ര പുസ്തകങ്ങൾ വായിച്ചു. ബാലചന്ദ്രൻ തുടർന്നു. ചില പ്രത്യേക രാസവസ്തുക്കൾ മഷിയെ പേപ്പറിന് കേടുപാടുകൾ വരുത്താതെ മായ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അതിന് 2 കാര്യങ്ങൾ വേണം: ശരിയായ രാസവസ്തുവും ചൂടും. പ്രൊഫസർ സാറിൻ്റെ പഠനമുറിയിലെ ആ പഴയ ഹീറ്റർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറ്റവാളി എന്താണ് ചെയ്തതെന്ന്. ഡോക്ടർ സുരേഷ് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും കയ്യെഴുത്ത് പ്രതി ഹീറ്ററിൽ ചൂടാക്കിയെന്നാണോ? അതെ. എന്നാൽ അതിനു മുമ്പ് പദങ്ങളിൽ ഒരു പ്രത്യേക രാസലായനി പുരട്ടിയിരുന്നു. അത് ചൂടാകുമ്പോൾ മഷി അലിയിച്ചു കളയും. ഇത് സങ്കീർണമായൊരു പ്രവർത്തനമാണ്. ഒരു കെമിസ്റ്റിൻ്റെ സഹായം ഇതിന് ആവശ്യമാണ്. എല്ലാവരുടെയും നോട്ടം ഡോക്ടർ സുരേഷിലേക്ക് തിരിഞ്ഞു. ഡോക്ടർ സുരേഷ് പരിഭ്രമത്തോടെ പറഞ്ഞു, നിൽക്കൂ, ഞാനത് ചെയ്തുവെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല. ബാലചന്ദ്രൻ കൈ ഉയർത്തി. ക്ഷമിക്കൂ ഡോക്ടറെ, ഞാൻ അതിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, ബാലചന്ദ്രൻ തുടർന്നു. പ്രൊഫസറിന് കാഴ്ച മങ്ങുന്നതും കാര്യങ്ങൾ മറക്കുന്നതും. അദ്ദേഹത്തിൻ്റെ കണ്ണടയിലെ ലെൻസുകൾ മാറ്റിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് നൽകിയ മരുന്നുകളിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തി. പ്രൊഫസർ മോഹൻലാൽ ദേഷ്യത്തോടെ സുരേഷിനെ നോക്കി. സുരേഷ്, നീയാണ് എനിക്ക് മരുന്നുകൾ തന്നത്. ഡോക്ടർ സുരേഷ് എഴുന്നേറ്റു. മോഹൻ, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്റെ സുഹൃത്താണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ബാലചന്ദ്രൻ ഇടപെട്ടു. പ്രൊഫസർ, ദയവായിരിക്കൂ, ഞാൻ പറഞ്ഞു തീർന്നില്ല. എല്ലാവരും വീണ്ടും ശാന്തരായി. ബാലചന്ദ്രൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ പേപ്പർ എടുത്തു. ഈ ഭീഷണിക്കത്ത് ആരോ പ്രൊഫസറുടെ പോക്കറ്റിൽ വെച്ചു. സമാനമായൊരു കത്ത് പ്രമോദിൻ്റെ വീട്ടിലും കിട്ടി. 2ലും പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ രാസഗന്ധമുണ്ട്. ഡോക്ടർ സുരേഷ് പറഞ്ഞു, ഇതൊരു സാധാരണ ലാബ് കെമിക്കലാണ്, ആർക്കും ഉണ്ടാക്കാം. ശരിയാണ്, ബാലചന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഹീറ്റർ സ്വിച്ചിൽ കണ്ട മഞ്ഞപ്പാടുകൾ ആരുടേതായിരുന്നു? ഡോക്ടർ സുരേഷിൻ്റെ കൈകളിൽ അത്തരത്തിലുള്ള പാടുകൾ ഞാൻ കണ്ടു. ഡോക്ടർ സുരേഷ് കൈകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനൊരു കെമിസ്റ്റാണ്. എൻ്റെ കൈകളിൽ അത്തരം പാടുകൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. ശരിയാണ്, ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. എന്നാൽ ഇവിടെ രസകരമായ കാര്യം, ഈ തെളിവുകളെല്ലാം ഒരാളിലേക്ക് വിരൽ ചൂണ്ടുന്നു, ഡോക്ടർ സുരേഷിലേക്ക്. കെമിസ്റ്റാണെന്നും ഹീറ്റർ സ്വിച്ചിലെ പാടുകളും മരുന്നുകൾ നൽകിയതുമെല്ലാം അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലാക്കുന്നു. മുറിയിൽ പിരിമുറുക്കം കൂടി. ഡോക്ടർ സുരേഷിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു.
എന്നാൽ ബാലചന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഒന്നാമതായി, ഡോക്ടർ സുരേഷ് പ്രൊഫസറുടെ ഏറ്റവും പഴയ സുഹൃത്താണ്. അദ്ദേഹത്തിന് എന്തിനിത് ചെയ്യണം? അദ്ദേഹത്തിന് ഒരു ലക്ഷ്യവുമില്ല. അത്യാഗ്രഹമോ പ്രതികാരമോ അസൂയയോ ഇല്ല. എല്ലാവരും ഞെട്ടിപ്പോയി. ഇതൊരു അപ്രതീക്ഷിത വഴിത്തിരിവായിരുന്നു. രണ്ടാമത്തെ കാര്യം, ബാലചന്ദ്രൻ തുടർന്നു, പഠനമുറിയിൽ നരച്ച മുടിയുള്ള ഒരാളെ കണ്ടുവെന്ന് പ്രമോദ് പറഞ്ഞിരുന്നു. ഡോക്ടർ സുരേഷിൻ്റെ മുടി കറുത്തതാണ്. ഹരിദാസ് അസ്വസ്ഥനായി പറഞ്ഞു, എൻ്റെ മുടി നരച്ചതാണ്. അതെ. ബാലചന്ദ്രൻ അദ്ദേഹത്തെ നോക്കി. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, അസൂയയും പഴയ തർക്കവും. ഹരിദാസ് എഴുന്നേറ്റു. ഇത് അസംബന്ധമാണ്. എനിക്ക് മോഹനോട് ദേഷ്യമുണ്ടാകാം, പക്ഷേ ഞാൻ ഇത്രയും തരം താഴ്ന്ന പണി ചെയ്യില്ല. എനിക്കറിയാം, ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. കാരണം ഞാൻ എല്ലാ തെളിവുകളും കൂട്ടിയിണക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതാണെന്ന്. ആരോ ബോധപൂർവം എല്ലാ തെളിവുകളും ഡോക്ടർ സുരേഷിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മുറിയിൽ നിശബ്ദത പടർന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാത്ത ആ കാര്യം എനിക്ക് മനസ്സിലായത്. ബാലചന്ദ്രൻ പെട്ടെന്ന് രേഖയെ നോക്കി. രേഖ, നിങ്ങൾ എന്നു മുതലാണ് ഡോക്ടർ സുരേഷിൻ്റെ മകനെ സ്നേഹിക്കുന്നത്? എല്ലാവരും ഞെട്ടിപ്പോയി. രേഖയുടെ മുഖം വിളറി. ഞാൻ കള്ളം പറയരുത്, ബാലചന്ദ്രൻ ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു. ഞാൻ ഡോക്ടർ സുരേഷിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ അനിലിൻ്റെ ചിത്രം കണ്ടിരുന്നു. ഇന്ന് രാവിലെ പ്രൊഫസറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ മുറിയിലെ ജനാലയിലൂടെ ഞാൻ നോക്കി. അവിടെ അനിലിന് എഴുതിയ കത്തുണ്ടായിരുന്നു. രേഖയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രൊഫസർ ഞെട്ടിപ്പോയി. രേഖ, ഇത് സത്യമാണോ? രേഖ പതുക്കെ തലയാട്ടി. അതെ അച്ഛാ, ഞാൻ അനിലിനെ സ്നേഹിക്കുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ പ്രൊഫസർ സാറ് സമ്മതിച്ചില്ല. ബാലചന്ദ്രൻ വാചകം പൂർത്തിയാക്കി. കാരണം നിങ്ങൾ നിങ്ങളുടെ മകളെ ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വിടാൻ ആഗ്രഹിച്ചു. അനിൽ നല്ല പയ്യനാണെങ്കിലും അവൻ നിങ്ങളുടെ മകൾക്ക് അനുയോജ്യനല്ലെന്ന് നിങ്ങൾ കരുതി. ബാലചന്ദ്രൻ പെട്ടെന്ന് തൻ്റെ നോട്ടം രാഘവനിലേക്ക് തിരിച്ചു. രാഘവൻ, നീ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? രാഘവൻ പരിഭ്രമത്തോടെ പറഞ്ഞു, ഏകദേശം 3 വർഷമായി. നീ വളരെ വിശ്വസ്തനാണ്. രേഖയെ കുഞ്ഞുനാൾ മുതൽ കാണുന്നതാണ്. മകളെപ്പോലെയാണ് കാണുന്നത് അല്ലേ? രാഘവൻ തലയാട്ടി. അതെ. അപ്പോൾ രേഖ സങ്കടപ്പെട്ടപ്പോൾ നിനക്കും സങ്കടം തോന്നിയിട്ടുണ്ടാകുമല്ലോ. രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സാറ് രേഖമോളെ ഒരുപാട് കരയിപ്പിച്ചു. എനിക്കത് സഹിക്കാനായില്ല. ബാലചന്ദ്രൻ ദീർഘശ്വാസമെടുത്തു. അതുകൊണ്ട് നീ ഇതെല്ലാം ചെയ്തു. എല്ലാവരും രാഘവനെ നോക്കി. രാഘവൻ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിലായില്ല. ഞാൻ വിശദീകരിക്കാം, ബാലചന്ദ്രൻ പറഞ്ഞു. പ്രൊഫസർ ദുർബലനാകണമെന്ന് നീ ആഗ്രഹിച്ചു. അങ്ങനെയാകുമ്പോൾ അദ്ദേഹം രേഖയുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ സ്വന്തം പ്രശ്നങ്ങളിൽ തളച്ചിടാൻ നീ ആഗ്രഹിച്ചു. അതുകൊണ്ട് നീ അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതിയിൽ മാറ്റം വരുത്തി, കണ്ണട മാറ്റി, ഭീഷണി കത്തുകളും എഴുതി. രാഘവൻ തല താഴ്ത്തി. ഇല്ല, ഞാൻ അങ്ങനെയല്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ബാലചന്ദ്രൻ പറഞ്ഞു. നീ ഒരു സാധാരണ ജോലിക്കാരനാണ്. നിനക്ക് കെമിസ്ട്രി അറിയില്ല. അതുകൊണ്ട് നിനക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായിരുന്നു. ബാലചന്ദ്രൻ പെട്ടെന്ന് പ്രമോദിനെ നോക്കി. പ്രമോദ്, നിങ്ങൾ എന്നു മുതലാണ് രേഖയെ സ്നേഹിക്കുന്നത്? പ്രമോദിൻ്റെ മുഖം വിളറി. ഞാൻ രേഖ അത്ഭുതത്തോടെ നോക്കി. പ്രമോദ്, ഇവരെന്താണ് ഈ പറയുന്നത്? ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. ഇന്നലെ രാത്രി പ്രമോദ് എൻ്റെ അടുത്ത് വന്ന് ഭീഷണിക്കത്ത് കാണിച്ചപ്പോഴാണ് എനിക്കിത് ബോധ്യപ്പെട്ടത്. അവൻ്റെ പരിഭ്രാന്തി വ്യാജമായിരുന്നു. ശരിക്കും ഭയപ്പെട്ട ഒരാൾ അത്രയ്ക്കും വൈകി തനിച്ച് റോഡിലേക്ക് ഇറങ്ങില്ല. പിന്നെ നിങ്ങൾക്കും ഈ ഗവേഷണ വിഷയത്തിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രൊഫസർ നിങ്ങളെ വിലക്കി. അപ്പോൾ നിങ്ങൾക്ക് അസൂയ എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് രേഖയെ ഇഷ്ടമായിരുന്നു. പ്രൊഫസർ ഒരു പാവപ്പെട്ട ഗവേഷകന് തൻ്റെ മകളെ നൽകില്ലെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. പ്രൊഫസർ മോഹൻലാൽ ദേഷ്യത്തോട് ചോദിച്ചു. പ്രമോദ്, നീയാണോ ഇതെല്ലാം ചെയ്തത്? പ്രമോദിൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ തിളങ്ങി. ഞാൻ മാത്രം? എന്ത്? ബാലചന്ദ്രൻ കടുപ്പത്തിൽ ചോദിച്ചു. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. നിങ്ങളൊരു PhD വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് കെമിസ്ട്രി നന്നായിട്ടറിയാം. ഏത് രാസവസ്തുക്കൾ കൊണ്ട് മഷി മായ്ക്കാമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ഡോക്ടർ സുരേഷ് ഒരു കെമിസ്റ്റാണെന്നും എല്ലാ തെളിവുകളും അദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടിയാൽ ആരും നിങ്ങളെ സംശയിക്കില്ലെന്നും നിങ്ങൾക്കറിയാമായിരുന്നു. പ്രമോദ് പതറി. ഇല്ല, ഇത് സത്യമല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഹീറ്ററിൽ തൊട്ടപ്പോൾ കയ്യുറകൾ ധരിക്കാതിരുന്നത്? ബാലചന്ദ്രൻ ചോദിച്ചു. അത് നിങ്ങൾ ഡോക്ടർ സുരേഷിൻ്റെ ലാബിൽ പോയി രാസവസ്തുക്കൾ മോഷ്ടിച്ചു. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പറ്റി. ആ പാടുകൾ ഹീറ്റർ സ്വിച്ചിലും പറ്റി. പ്രമോദ് കൈകൾ ഒളിപ്പിച്ചു. ബാലചന്ദ്രൻ അവൻ്റെ കൈ പിടിച്ചുയർത്തി. അവിടെ മഞ്ഞ പാടുകളുണ്ടായിരുന്നു.
നോക്കൂ, ഇതാണ് ഹീറ്റർ സ്വിച്ചിൽ കണ്ട അതേ രാസവസ്തുവിൻ്റെ പാടുകൾ. ഇത് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല. പ്രമോദ് തകർന്നുപോയി. പ്രൊഫസർ സാർ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അനിലിനോടുള്ള അസൂയ കൊണ്ടും രേഖയെ ലഭിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഇത് ചെയ്തു. പ്രൊഫസർ മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രമോദ്, ഞാൻ നിന്നെ എത്രമാത്രം വിശ്വസിച്ചു. പ്രമോദ് എല്ലാം തുറന്നു പറഞ്ഞു. അവൻ രാഘവനെ വശത്താക്കി. പ്രൊഫസർ സാറിൻ്റെ മരുന്നുകളിൽ വിഷം കലർത്താൻ അവനോട് പറഞ്ഞു. രാഘവനോട് പറഞ്ഞത് ഇത് രേഖമോളുടെ വിവാഹം ഒഴിവാക്കാനാണെന്നാണ്. പ്രമോദ് തന്നെയാണ് കണ്ണട മാറ്റിയത്. കയ്യെഴുത്ത് പ്രതി ഹീറ്ററിൽ വെച്ച് ചൂടാക്കി മായ്ച്ചതും അവനാണ്. മുറിയിൽ നിശബ്ദത പടർന്നു. പ്രമോദ് നിലത്തിരുന്ന് കരയുകയായിരുന്നു. പ്രൊഫസർ മോഹൻലാൽ പറഞ്ഞു, പ്രമോദ്, നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. എങ്കിലും ഞാൻ നിന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. പക്ഷെ നീ ഇനി എൻ്റെ മുഖത്ത് നോക്കരുത്. ഈ വീടിൻ്റെ പടി ഇനി ചവിട്ടരുത്. പ്രമോദ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. രാഘവനോട് പ്രൊഫസർ ക്ഷമിച്ചു. കാരണം അവൻ നിഷ്കളങ്കനായിരുന്നു. പ്രമോദ് അവനെ ചതിക്കുകയായിരുന്നു. ഡോക്ടർ സുരേഷ് നന്ദി പറഞ്ഞു. ബാലചന്ദ്രൻ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ പ്രതിയാകുമായിരുന്നു. ബാലചന്ദ്രൻ വിനയത്തോട് പറഞ്ഞു, ഞാൻ സത്യം കണ്ടെത്തുക മാത്രമാണ് ചെയ്തത്. വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു നടക്കുമ്പോൾ ഞാൻ ബാലചന്ദ്രനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് പ്രമോദാണെന്ന് ഉറപ്പായത്? ബാലചന്ദ്രൻ പറഞ്ഞു, അജിത്, തെളിവുകൾ വളരെ വൃത്തിയുള്ളതായിരുന്നു. അത് തന്നെയായിരുന്നു ആദ്യത്തെ സംശയം. പിന്നെ ഇന്ന് രാവിലെ ഞാൻ പ്രമോദിനെ പിന്തുടർന്നു. അവനൊരു ഒപ്റ്റീഷ്യൻ്റെ കടയിൽ പോകുന്നത് കണ്ടു. അവിടെ തിരക്കിയപ്പോൾ മനസ്സിലായി അവനാണ് ലെൻസുകൾ മാറ്റാൻ കൊടുത്തതെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രൊഫസർ മോഹൻലാൽ ഞങ്ങളെ കാണാൻ വന്നു. കയ്യെഴുത്ത് പ്രതിയിലെ സമ്മർദ്ദ അടയാളങ്ങൾ ഉപയോഗിച്ച് അത് വീണ്ടും തയ്യാറാക്കാമെന്ന് വിദഗ്ധർ പറഞ്ഞുവെന്ന്. രേഖയും അനിലും വിവാഹിതരാകാൻ പോകുന്നു. ബാലചന്ദ്രൻ ജനാലയ്ക്കൽ നിൽക്കുകയായിരുന്നു. അജിത്, ഈ കേസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ ഏറ്റവും അടുത്തവർ ചിലപ്പോൾ ഏറ്റവും അപകടം പിടിച്ചവരാകാം. സ്നേഹം ഒരിക്കലും ദോഷം ചെയ്യില്ല. പ്രമോദിനുണ്ടായിരുന്നത് സ്നേഹമല്ല, സ്വാർത്ഥതയായിരുന്നു. രാത്രിയായി. കൊച്ചിയുടെ തിരുവേളിൽ വിളക്കുകൾ തെളിഞ്ഞു. ഒരു നിഗൂഢത കൂടി പരിഹരിക്കപ്പെട്ടു. ബാലചന്ദ്രൻ എന്ന സത്യാന്വേഷി സത്യം എപ്പോഴും വിജയിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതായിരുന്നു കഥ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ, ബൈ.